ആയിട്ടുണ്ട് ബ്രോ. ജയുരാധ മാധവ ജയോ കുഞ്ച ബിഹാരി ജയോ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി ജയ ഗോപീ ജനവല്ലഭ ജയോ ഗിരിവരധാരി ജയോ ഗിരിവരധാരി ജയ ഗോപീ ജനവല്ലഭ ജയോ ഗിരിവരധാരി ജയോ ഗിരിവരധാരി ജയോ യശോദനന്ദന ജയോ വ്രജനരഞ്ജന ജയോ യശോദനന്ദന ജയോ വ്രജനരഞ്ജന ജയോ യമുന തിരവനചാരി ജയോ കുഞ്ച ബിഹാരി ജയോ യമുന തിരവനചാരി ജയോ കുഞ്ച ബിഹാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ജയോ ജഗന്നാഥ ജയോ ജഗന്നാഥ ബാലദേവ ജയ സുഭദ്രമയി ജയോ കൃഷ്ണ ബാലരാം ജയോ കൃഷ്ണ ബാലരാം കൃഷ്ണ ബാലരാം ജയോ കൃഷ്ണ ബലരാം ജയോ ഗോരാമിതായ് ജയോ ഗോരാമിതായ് ഗോരാമിതായ് ജയ ഗോരാമിതായ് ജയ ജയ പ്രഭുപാദ് 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 ജയ ജയ പ്രഭുപാദ് ജയ ജയ ഗുരുദേവ് 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 ജയ ജയ ഗുരുദേവ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജായാമുദീരയേ നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ അത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകി മൂകം കരോതി വാചാലം ഭംഗം ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുദീനധാരണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം ശ്രീഗുരുദീനധാരണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്ന് ശ്രീമദ് ഭാഗവതത്തിലെ 1-ാമത്തെ സ്കന്ധം 7-ാമത്തെ അധ്യായം 24-ാമത്തെ ശ്ലോകമാണ്. ശരിയല്ലേ? ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ എല്ലാരും? കേൾക്കാമോ? 1:7:24 ദ്രോണപുത്രൻ ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ള അധ്യായമാണ്. ആ ശ്ലോകം നമുക്ക് വായിക്കാം.
सा एव जीवलोकस्य सा एव जीवलोकस्य माया मोहितचेतसाः माया मोहितचेतसाः विदत्से सोन वीरेण विदत्से स्वेन वीरेण श्रेयो धर्मादिलक्षणम् श्रेयो धर्मादिलक्षणम् सा एव जीवलोकस्य सा एव जीवलोकस्य माया मोहितचेतसाः माया मोहितचेतसाः विदत्से स्वेन वीरेण विदत्से स्वेन वीरेण श्रेयो धर्मादिलक्षणम् ശ്രേയോ ധർമാദിലക്ഷണം. വേർഡ് ബൈ വേർഡ് മീനിങ്. സഹ ആ ആത്മജ്ഞാനപരമായ ഏവ നിശ്ചയമായും ജീവലോകസ്യ ബദ്ധജീവാത്മാക്കളുടെ മായാമോഹിത മായാ ശക്തിയാൽ വശീകരിക്കപ്പെട്ട ചേതസഹ ഹൃദയത്താൽ വിദത്സേ പ്രയോഗത്തിൽ വരുത്തുക സ്വേന അങ്ങയുടെ സ്വന്തം വീരേണ സ്വാധീനത്താൽ ശ്രേയ പരമ നന്മ ധർമ്മ ആദി 4 മോക്ഷതത്വങ്ങൾ ലക്ഷണം സവിശേഷ ലക്ഷണങ്ങളെ ആസ്പദമാക്കി വിവരിക്കയാൽ. വിവർത്തനം ജെ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക്. ഭൗതിക ശക്തിയുടെ പ്രവർത്തന രംഗത്തിനതീതനായിരുന്നിട്ടും ബദ്ധജീവാത്മാക്കളുടെ പരമനന്മയ്ക്കായി ധർമ്മങ്ങളുടെ സവിശേഷ ലക്ഷണങ്ങളെ ആസ്പദമാക്കി വിവരിക്കുന്ന 4 മോക്ഷതത്വങ്ങളെ അങ്ങ് പ്രയോഗത്തിൽ വരുത്തി. ഒന്നുകൂടെ വായിക്കാം. വിവർത്തനം. ഭൗതിക ശക്തിയുടെ പ്രവർത്തന രംഗത്തിന് അതീതനായിരുന്നിട്ടും ബദ്ധജീവാത്മാക്കളുടെ പരമ നന്മയ്ക്കായി ധർമ്മങ്ങളുടെ സവിശേഷ ലക്ഷണങ്ങളെ ആസ്പദമാക്കി വിവരിക്കുന്ന 4 മോക്ഷതത്വങ്ങളെ അങ്ങ് പ്രയോഗത്തിൽ വരുത്തി. ഭാവാർത്ഥം എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ്. പരമദിവ്യപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിന്റെ അഹേതുകമായ കാരുണ്യത്താൽ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ സ്വാധീനിക്കപ്പെടാതെ സ്പഷ്ട പ്രപഞ്ചത്തിൽ അവതരിച്ചിരിക്കുന്നു. ഭൗതിക ആവിഷ്കാരങ്ങൾക്ക് നിത്യവും അതീതനും ആണ് അദ്ദേഹം. മായാശക്തിയാൽ വശീകരിക്കപ്പെട്ട പതിതാത്മാക്കളെ വീണ്ടെടുക്കാനായി തന്റെ അഹേതുകമായ കാരുണ്യത്താൽ മാത്രമാണ് അദ്ദേഹം അവതരിച്ചത്. യഥാർത്ഥത്തിൽ ജീവസത്തകൾ ആസ്വദിക്കാൻ കഴിവില്ലാത്തവരാണ്. എന്നിട്ടും അവർ ഭൗതിക ശക്തിയാൽ ആക്രമിക്കപ്പെടുകയും തെറ്റായ കാരണങ്ങൾക്ക് വിധേയരായി അവളെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യും. ഒരാൾ സ്ഥായിയായി ഭഗവത് സേവകനാകുന്നു. എപ്പോൾ അവൻ ഈ അവസ്ഥയെ വിസ്മരിക്കുന്നുവോ അപ്പോൾ അവൻ ഭൗതിക ലോകത്തെ ആസ്വദിക്കാനായി പ്രേരിതനാകും. എന്നാൽ യഥാർത്ഥത്തിൽ അവൻ മിഥ്യയിലാണ്. ഈ മിഥ്യ ആസ്വാദന ബോധത്തെ സമൂലം നശിപ്പിക്കുവാനും അപ്രകാരം ബദ്ധാത്മാക്കളെ വീണ്ടെടുക്കാനുമാണ് ഭഗവാൻ അവരോഹണം ചെയ്യുന്നത്. പതിത ആത്മാക്കളോടുള്ള ഭഗവാന്റെ അഹേതുകമായ സർവകാരുണ്യ പ്രകൃതമാണിത്. ഓം തത്സത്. ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുലോർമിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോവിഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപാദകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഗഗണ രഘുനാനിതം ത്വം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവ് ശ്രീ രാധാകൃഷ്ണ പാദാൻ സഹൻ ലളിതാ ശ്രീ വിശാഖാനിതാം ച. ഹേ കൃഷ്ണ കരുണ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിയ കാന്ത രാധാ കാന്ത നമസ്തുതേ. സപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി
വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ നമോ മഹാവതന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമിനി ഗൗർദിശേ നമഃ നമോ ബ്രാഹ്മണ ദേവായ ഗോബ്രാഹ്മണ്യ ഹിതായ ജഗദ്ഗതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ പഞ്ചകൽപതരൂപേച്ഛ കൃപാ സിന്ധുവേവ ച പതിതാനാം പാവനേഭോ വൈഷ്ണവേഭോ നമോ നമഃ നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമി ഇതി നാമിനെ നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണി ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നമോ ഓം കൃഷ്ണപ്രസായ ശ്രീമതി മഹാവിഷ്ണു ഗോസ്വാമി നാമിനെ നമാമി മൂർധന ജനാരവിന്ദേ ശ്രീ ഭാഗവതമേ പ്രചാരണ ലോകതാരണ ശ്രീല മഹാവിഷ്ണു ഗോസ്വാമി നാമിനെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഭഗവാന്റെ കൃപയാൽ ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതം 1-ാമത്തെ സ്കന്ധം 7-ാം അധ്യായം ദ്രോണപുത്രർ ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ള അധ്യായത്തിൽ 24-ാമത്തെ ശ്ലോകമാണ് കൃഷ്ണകൃപയാൽ ഭക്തജനങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഒരു ഷോർട്ട് നോട്ടീസോട് കൂടിയാണ് ഈ ക്ലാസ് എടുക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിരിക്കുന്നത്. 8 മണിക്കുള്ള ക്ലാസ്സിൽ 8 മണിക്കാണ് ഞാൻ ക്ലാസ് എടുക്കുന്നതെന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത്. നമുക്ക് നോക്കാം. ശ്രീമദ് ഭാഗവതത്തിലെ ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ ഇന്ന് കഴിഞ്ഞ 1 വർഷം കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഈ ക്ലാസ് എല്ലാ ഭക്തന്മാരും ഒരുമിച്ച് കൂടുന്നുണ്ട്. രാവിലെ 8 മണി മുതൽ 9 മണി വരെ നമ്മൾ 1-ാമത്തെ അധ്യായം 1-ാം ശ്ലോകം മുതൽ തുടങ്ങി നമ്മളിപ്പോ 7-ാം അധ്യായം 24-ൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാരദ മഹർഷിയെ കുറിച്ചും വ്യാസദേവനെ കുറിച്ചുമുള്ള ഗംഭീര ഡിസ്കഷൻസ് നമ്മൾ കണ്ടിന്യൂ ചെയ്തു. അതിനുശേഷം വ്യത്യസ്തമായ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ 7-ാം അധ്യായത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ദ്രോണൻ, ദ്രോണപുത്രൻ, അർജുനൻ, അതേപോലെ തന്നെ ബ്രഹ്മാസ്ത്രം, ഇതുപോലത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഡിസ്കഷൻ മാറുകയാണ്. കഴിഞ്ഞ ഒരു അധ്യായം മുഴുവനും നാരദ മഹർഷിയെ കുറിച്ചും വ്യാസദേവനെ കുറിച്ചും അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും ഭാഗവതം എഴുതേണ്ട സിറ്റുവേഷനെ കുറിച്ചും ഒക്കെ നമ്മൾ ഗംഭീരമായ ചർച്ചകൾ വ്യത്യസ്ത ഭക്തജനങ്ങൾ വന്ന് നടത്തി. ഇപ്പോൾ നമ്മൾ ആ ടോപ്പിക്കിൽ നിന്ന് മാറി അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. ഭാഗവതത്തിന്റെ ബ്യൂട്ടി അതാണ്. മൊത്തം 18,000 ശ്ലോകമുള്ള ഈ ശ്രീമദ് ഭാഗവതം നമ്മൾ മൊത്തത്തിൽ ചർച്ച ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിലെ വിവിധ വശങ്ങളിലേക്കുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചുമുള്ള ചർച്ച നമുക്ക് പരിപൂർണമാക്കാൻ കഴിയുന്നതാണ്. ശ്രീമദ് ഭാഗവതം ഒന്നുകൊണ്ട് മാത്രം ജീവിതത്തിന്റെ സമസ്ത മേഖലകളെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എന്തായാലും ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ദ്രോണാചാര്യരുടെ പുത്രനായ അശ്വത്ഥാത്മാവ് ബ്രഹ്മാസ്ത്രം തിരിച്ചെടുക്കാൻ അറിവില്ലെങ്കിൽ കൂടിയും അദ്ദേഹം പാണ്ഡവരുടെ ഉന്മൂലനാശനം ചെയ്യാൻ വേണ്ടി അത് വിട്ടിരിക്കുകയാണ്. അത് ശരിക്കും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി അല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിന്റെ യജമാനനായ ദുര്യോധനനെ സംതൃപ്തിപ്പെടുത്താനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ, ഭയാനകമായ സിറ്റുവേഷൻ വന്നപ്പോൾ അർജുനൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ശ്ലോകത്തിന്റെ ഭാഗമായി വരുന്ന ശ്ലോകമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രയർ ഓഫ് അർജുന എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ ഒരു ഭാഗമുണ്ട്. ആ ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നത് ശ്രീമദ് ഭാഗവതം ഇന്നത്തെ അധ്യായത്തിലെ 22-ാം ശ്ലോകം മുതലാണ്. 22, 23, 24, 25 വരെയുള്ള ശ്ലോകം അർജുന പ്രയർ എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ അറിയപ്പെടുന്ന ഭാഗമാണ്. അതിൽ നമ്മൾ 3-ാമത്തെ പ്രയറിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോ ഇന്നത്തെ ഈ ശ്ലോകത്തിൽ ഭഗവാനെ അർജുനൻ പുകഴ്ത്തുന്ന പ്രയർ ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോ അർജുനൻ എന്താണ് പറയുന്നത്? ഭൗതിക ശക്തിയുടെ പ്രവർത്തന രംഗത്തിന് അതീതനായിരുന്നിട്ടും ഭഗവാൻ അതീതനാണ്. ബദ്ധാത്മാക്കളുടെ പരമ നന്മയ്ക്കായി ധർമ്മങ്ങളുടെ സവിശേഷ ലക്ഷണങ്ങളെ ആസ്പദമാക്കി വിവരിക്കുന്ന 4 മോക്ഷതത്വങ്ങളെ, 4 മോക്ഷതത്വം എന്ന് പറയുമ്പോൾ ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം.
അങ്ങ് പ്രയോഗത്തിൽ വരുത്തി എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഇത് ദ്രോണപുത്രൻ ശിക്ഷിക്കപ്പെടുന്നുള്ള ഈ അധ്യായത്തിൽ ഏതൊക്കെ ശ്ലോകങ്ങൾ എന്തൊക്കെ ടോപ്പിക്കിനെ കുറിച്ചാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അതില് മൊത്തം 58 ശ്ലോകമാണ് ഈ അധ്യായത്തിലുള്ളത്. ഈ 58 ശ്ലോകത്തിൽ ശ്ലോകത്തിൽ മൊത്തത്തിൽ ദ്രോണപുത്രനായ അശ്വത്ഥമാവ് ശിക്ഷിക്കപ്പെടുന്ന വിഷയങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് മൊത്തം 58 ശ്ലോകത്തിൽ മൊത്തത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ ആദ്യത്തെ 1 മുതൽ 7 വരെയുള്ള ശ്ലോകം ദ വേഷദേവ വിഷൻ ആൻഡ് ഗ്ലോറീസ് ഓഫ് ഭാഗവതം, ഭാഗവതത്തിന്റെ പുകഴ്ത്തലുകളും വ്യാസദേവൻ ഭാഗവത്തിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള വിഷയങ്ങളെ കുറിച്ചുമാണ് 1 മുതൽ 7 വരെയുള്ള ശ്ലോകങ്ങളിൽ ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്. പിന്നെ 8 മുതൽ 11 വരെയുള്ള ശ്ലോകത്തിൽ വ്യാസ ടീച്ചേഴ്സ് ഭാഗവതം ടു സുഖദേവ ഗോസ്വാമി. സുഖദേവ ഗോസ്വാമിക്ക് ശ്രീമദ് ഭാഗവതത്തിന്റെ കോച്ചിങ് എങ്ങനെ വ്യാസദേവൻ നൽകി. ജനിച്ച് കഴിഞ്ഞ ഉടനെ അത് ഇറങ്ങിപ്പോയി. പിന്നെ ഭാഗവതത്തിന്റെ മഹിമ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി അച്ഛനോട് അടുത്ത് തിരിച്ചു വരികയാണ് ചെയ്തത് സുഖദേവ ഗോസ്വാമി. അപ്പൊ അങ്ങനെ എങ്ങനെയാണ് സുഖദേവ ഗോസ്വാമിക്ക് വ്യാസദേവൻ ടീച്ചിങ്സ് കൊടുത്തത് എന്നതിനെ കുറിച്ച് 8 മുതൽ 11 വരെ ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അതേപോലെ തന്നെ 12 മുതൽ 16 വരെയുള്ള ശ്ലോകങ്ങളിൽ പാണ്ഡവാസ് ലെമന്റേഷൻ ഫോർ പാണ്ഡവാസ് ഡെഡ്സ്, പാണ്ഡവന്മാരുടെ മക്കളെല്ലാം മരണപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ ശോകം എത്രത്തോളം അവരെ ബാധിച്ചു എന്നതിനെ കുറിച്ചുള്ള ശോകാവസ്ഥയെ കുറിച്ചാണ് 12 മുതൽ 16 വരെയുള്ള ശ്ലോകത്തിൽ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ പാണ്ഡവരുടെ മക്കളെ എല്ലാം അശ്വത്ഥാത്മാവ് ഉറങ്ങിക്കിടക്കുമ്പോൾ കാരുണ്യം കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് അശ്വത്ഥാത്മാവ് ഇങ്ങനെ ക്രൂരമായ ഈ കൃത്യം നിർവഹിച്ചു എന്നതിനെ കുറിച്ചുള്ള ഒരു മനോഹരമായ ഒരു ക്ലാസ് നമുക്ക് ഇതിനു മുമ്പ് ഓൺലൈൻ ക്ലാസ്സിൽ തന്നെ നമ്മുടെ ഈ സെഷനിൽ പ്രിയപ്പെട്ട ഹിസ് ഗ്രേസ് നരഹരി ദാസ് പ്രഭു നന്നായി ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് എല്ലാവരും ഓർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഏത് മാനസികാവസ്ഥയിലാണ് അദ്ദേഹം അത് ചെയ്തത് എന്നതിനെ കുറിച്ചുള്ള മഹാഭാരതത്തിലുള്ള ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നരഹരി പ്രഭുവിന്റെ ക്ലാസ്സിൽ നന്നായി അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് 17 മുതൽ 34 വരെയുള്ള ശ്ലോകം അർജുന ക്യാപ്ചേഴ്സ് അശ്വത്ഥാത്മാവ്. അർജുനൻ അശ്വത്ഥാത്മാവിനെ പുറകെ നടന്ന് പിടികൂടുകയുണ്ടായി എന്നതിനെ കുറിച്ചും അപ്പോൾ ഉണ്ടാവുന്ന ഈ ഡിസ്കഷൻസിനെ കുറിച്ചും ഒക്കെയാണ് 17 മുതൽ 34 വരെയുള്ള ശ്ലോകങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിന്റെ അകത്ത് വരുന്ന ഇന്നത്തെ ശ്ലോകം ഉൾപ്പെടെയുള്ള അർജുന പ്രയർ ആണ് നമ്മൾ ഇവിടെ ഇന്ന് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് 35 മുതൽ 58 വരെയുള്ള ശ്ലോകങ്ങളിൽ ആർഗ്യുമെന്റ്സ് റിഗാർഡിങ് ദ കില്ലിംഗ് ഓഫ് അശ്വത്ഥാത്മാവ്. അശ്വത്ഥാത്മാവിനെ പിടികൂടിയതിനു ശേഷം അശ്വത്ഥാത്മാവിനെ എങ്ങനെ ശിക്ഷിക്കണം, കൊല ചെയ്യണമോ, കൊല ചെയ്യാതെ എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുത്താൽ മതിയോ എന്നതിനെ കുറിച്ച് പഞ്ചപാണ്ഡവർക്കിടയിൽ ഭഗവാൻ കൃഷ്ണനും ദ്രൗപദിയും ഉൾപ്പെടെ ഉള്ളവർ തമ്മിലുള്ള ചർച്ച ചെയ്യുകയും കൊല്ലണം എന്ന് പറയുന്നതിന് എന്ത് ന്യായമാണ്, കൊല്ലാതിരിക്കണം എന്നതിന് എന്ത് ന്യായമാണ് എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഡിസ്കഷൻസ് ആണ് നമ്മൾ ഈ അധ്യായത്തിൽ 35 മുതൽ 58 വരെയുള്ള ശ്ലോകങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പൊ അതിൽ ബാക്കി വിഷയങ്ങളെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഇന്നത്തെ ക്ലാസ് ശ്ലോകവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിലേക്ക് നമുക്ക് വരാം. അതിൽ 17 മുതൽ 34 വരെയുള്ള ശ്ലോകങ്ങളിൽ അശ്വത്ഥാത്മാവിനെ അർജുനൻ പിടികൂടി എന്നുള്ള ഭാഗത്തിൽ അതിൽ തന്നെ 17 മുതൽ 21 വരെയുള്ള ശ്ലോകങ്ങളിൽ അശ്വത്ഥാത്മാവ് റിലീസ് ബ്രഹ്മാസ്ത്ര, തിരിച്ചെടുക്കാൻ അറിവ് ഇല്ല എങ്കിൽ കൂടിയും അശ്വത്ഥാത്മാവ് പകച്ചു പുറകെ വരുന്ന അർജുനനെ കണ്ട് ഭയന്ന് ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് സ്വരക്ഷയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ ഇനി ജനിക്കാൻ പോകുന്ന കൊച്ചായ ഉത്തരയുടെ ഗർഭപാത്രത്തിലുള്ള ആ പാണ്ഡവരുടെ ഫാമിലിയുടെ അവസാനത്തെ അത്താണിയായ ആ ശിശുവിനെ കൂടി ഹനിക്കുവാൻ തീരുമാനിച്ച് ബ്രഹ്മാസ്ത്രം റിലീസ് ചെയ്യുന്നു എന്നുള്ള വിഷയത്തിനെ കുറിച്ചാണ് 17 മുതൽ 21 വരെയുള്ള ശ്ലോകങ്ങളിൽ ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. പിന്നെ 22 മുതൽ 26 വരെയുള്ള ശ്ലോകങ്ങളിൽ അർജുനാസ് പ്രയർ ടു ലോർഡ് കൃഷ്ണ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ആ ഭാഗം അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് പ്രാർത്ഥന അർപ്പിക്കുന്നു എന്നുള്ള വിഷയത്തിനെ കുറിച്ചാണ്
22 മുതൽ 26 വരെയുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിലുള്ള 24ാമത്തെ ശ്ലോകമാണ് ഇന്നത്തെ ക്ലാസിന്റെ പ്രതിപാദ്യ വിഷയം. 27 മുതൽ 28 വരെയുള്ള ശ്ലോകങ്ങളിൽ ലോർഡ് കൃഷ്ണാസ് റെസ്പോൺസ്, ഭഗവാൻ കൃഷ്ണൻ അർജുനന്റെ പ്രാർത്ഥന കേട്ടിട്ട് പ്രതികരിക്കുന്നു. അശ്വത്ഥാത്മ ഹാസ് കാസ്ഡ് ദിസ്, കോൺട്രാക്ട് ഇറ്റ് വിത്ത് യുവർ വെപ്പൺ. അശ്വത്ഥാത്മാവ് ചെയ്ത വിഷയത്തിൽ നിങ്ങൾ റിയാക്ട് ചെയ്യൂ നിങ്ങളുടെ വെപ്പൺ വെച്ച് എന്ന് കൃഷ്ണൻ ഉപദേശിക്കുന്നു എന്നുള്ള വിഷയത്തിനെ കുറിച്ചാണ് 27-28 ശ്ലോകങ്ങളിൽ പറയുന്നത്. പിന്നെ 29 മുതൽ 34 വരെയുള്ള ശ്ലോകങ്ങളിൽ അർജുന അറസ്റ്റ് അശ്വത്ഥാത്മാവ്, അർജുനൻ അശ്വത്ഥാത്മാവിനെ ബന്ധസ്ഥനാക്കുന്നു, ബന്ദിയായി എടുക്കുന്നു എന്നതിന്റെ വിഷയത്തിനെ കുറിച്ചാണ് പറയുന്നത്. എന്തായാലും അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രാർത്ഥന അർപ്പിക്കുന്ന ഈ ശ്ലോകങ്ങൾ ശ്രീമദ് ഭാഗവത്തിലെ പ്രയർ എന്നുള്ള രീതിയിൽ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം ശ്രീമദ് ഭാഗവതത്തിൽ 113 കൂടുതൽ പ്രയറുകളുണ്ട്. അതിൽ ഒരു പ്രയറായി നമുക്ക് അർജുന പ്രയർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ശ്രീമദ് ഭാഗവതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഭാഗവതം മുഴുവനും ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള പുകഴ്ത്തലുകളാണ് കാണപ്പെടുന്നത്. അതിൽ വൺ ഓഫ് ദ പ്രയറാണ് ഇന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അർജുന പ്രയർ. അപ്പോ വിഷയത്തിലേക്ക് വരാം. നമ്മൾ ഇന്നത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ വിവിധ വശങ്ങളെ കുറിച്ചാണ് ഭക്തന്മാര് പ്രാർത്ഥനകളിലൂടെ കണക്ട് ചെയ്ത് പറയുന്നത്. പ്രയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ പ്രയറുകൾക്കും ഒരു സവിശേഷമായ ഒരു സാമ്യമുണ്ട്. എന്തെന്ന് വെച്ചാല്, ഒന്ന്, നമ്മൾ ദാസന്മാരാണെന്നും നമ്മൾ ആരാധിക്കേണ്ടത് ഭഗവാനെയാണെന്നും ഭഗവാന്റെ ഭഗവാനെ സേവ ചെയ്യുന്ന ദാസനായിട്ടുള്ള ഒരു മനോഭാവമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് എന്നും എല്ലാം ഏതൊരു 113 പ്രയർ നമ്മൾ വായിച്ചു നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും. അപ്പോ പ്രയറുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാല്, ഭഗവാനെ എനിക്ക് അങ്ങയുടെ സേവനത്തിൽ ഏർപ്പെടാൻ കഴിയണമേ എന്നുള്ളതാണ് ഈ പ്രയറിന്റെ ഏതൊരു പ്രയറിന്റെയും പ്രതിപാദ്യ വിഷയം. അതിൽ തന്നെ ഈ സ്പെസിഫിക്കായി എടുത്ത് പറയുകയാണെങ്കിൽ, ഭഗവാനെ അങ്ങ് എനിക്ക് തന്നിരിക്കുന്ന മനസ്സുകൊണ്ട്, ഭഗവാനെ അങ്ങ് എനിക്ക് തന്നിരിക്കുന്ന എനിക്ക് സംസാരിക്കാൻ കഴിവുള്ള ഈ സംസാര ശേഷി കൊണ്ട്, അതേപോലെ അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്ന ഈ ശരീരം കൊണ്ട് ഭഗവാനെ എനിക്ക് അങ്ങയുടെ സേവനത്തിൽ ഏർപ്പെടാൻ കഴിയണമേ എന്നുള്ളതാണ് ഏതൊരു പ്രയർ നോക്കുമ്പോഴും പ്രതിപാദ്യ വിഷയമായി കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ സേവിക്കപ്പെടേണ്ട ഭഗവാന് എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത് എന്നതിനെ കുറിച്ചും ഈ പ്രയറുകളിൽ ഓരോ ഭക്തന്മാരും പ്രതിപാദിക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും മോശം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ശരിക്കും നമ്മൾ ഭഗവാന്റെ ഭക്തിയുത ഭഗവത് സേവനത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ശരിക്കും നമ്മൾ ഭഗവാന്റെ ഭക്തിയിൽ ഉയരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ പരിപൂർണത ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മനുഷ്യ ജീവിതത്തിന്റെ ടോപ്പ് മോസ്റ്റ് ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ ജന്മത്തിൽ തന്നെ സന്തോഷവും സംതൃപ്തിയും ആനന്ദവും നമുക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ ബന്ധം മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ആ ബന്ധം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കേണ്ടിയും ഇരിക്കുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ ആനന്ദം കിട്ടത്തുള്ളൂ. അപ്പോ നമ്മളും ഭഗവാൻ തമ്മിലുള്ള ബന്ധം എന്താണെന്നും നമ്മളും ആ ബന്ധം മനസ്സിലാക്കി നമ്മൾ എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഭഗവാനെ സേവ ചെയ്യേണ്ടതെന്നും നമ്മൾ ശരിക്കും ആത്മാർത്ഥമായി മനസ്സിലാക്കണം. എങ്കിൽ നമ്മൾ ശ്രീമദ് ഭാഗവതത്തില് ഏറ്റവും ഹൃദയ ഭാഗമായ ഈ പ്രയറുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രയർ കാണാതെ പഠിക്കണം എന്നല്ല പറയുന്നത്. ആ പ്രയറിന്റെ അർത്ഥം 113 കൂടുതൽ പ്രാർത്ഥനകൾ ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ പുകഴ്ത്തുന്നത് ഉണ്ട്. വ്യത്യസ്ത ഭക്തന്മാര് പുകഴ്ത്തുന്ന ഭാഗമാണ്. ഈ ഓരോ ഭാഗത്തിൽ നിന്നും എന്തുകൊണ്ട് നമ്മൾ ഭഗവാനെ പുകഴ്ത്തണമെന്നും, എന്തുകൊണ്ട് നമ്മൾ ദാസനാണെന്നും, എന്തുകൊണ്ട് ആ ദാസൻ ഇന്ന് നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ പരിപൂർണ സംതൃപ്തി ഒരു ജീവാത്മാവിന് കിട്ടുമെന്നും ഒക്കെ ഉള്ള അറിവ് ഈ ഓരോ പ്രയറിലും നമുക്ക് കാണാവുന്നതാണ്. അതായത് നമ്മുടെ മറ്റുള്ള ഓം കൃഷ്ണായ നമഃ എന്ന് മാത്രമല്ല ഭഗവാനെ പുകഴ്ത്തുന്നത്, എന്തുകൊണ്ട് നമ്മൾ കൃഷ്ണനെ നമിക്കണം എന്നും കൂടെ ഓരോ പ്രയറിലും ഓരോ ഭക്തന്മാരും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എന്തുകൊണ്ട് ഭഗവാൻ പരമപുരുഷനായി, അതാണ് ഈ പ്രാർത്ഥനകളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമ്മൾ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മുടെ ഊഹാപോഹങ്ങൾ കൊണ്ട് കഴിയില്ല. നമുക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയ ഭക്തജനങ്ങളുടെ വാക്കുകളിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അതിൽ
നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഗുരുപരമ്പര ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയ ആചാര്യന്മാരാൽ ഉള്ള പരമ്പര ഭഗവാന്റെ കൃപ നമുക്കുണ്ട്. ബ്രഹ്മ മധ്വ ഗുഡീയ വൈഷ്ണവ ഗുരുപരമ്പര. ഈ പരമ്പരയിലൂടെയെല്ലാം നമുക്ക് ഭഗവാനെ കുറിച്ച് ഇവർ എക്സ്പ്ലെയിൻ ചെയ്തത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതിന് ഏറ്റവും എളുപ്പം ഇവരെഴുതിയ വൈഷ്ണവ സോങ്സിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മതി നമുക്ക് ഭഗവാനെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഭഗവാനെ മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭക്തന്മാർ ഭഗവാനെ കുറിച്ച് പറഞ്ഞത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വസ്തുനിഷ്ഠമായി പരിശോധിച്ച് വിടർത്തി പഠിക്കുകയാണ് നമ്മൾ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയ ഏറ്റവും എളുപ്പ വഴി. അപ്പോ ബ്രഹ്മ മധ്വ ഗൗഡീയ വൈഷ്ണവ ഗുരു പരമ്പരയിലുള്ള ആചാര്യന്മാര് എഴുതിയ വൈഷ്ണവ സോങ്സിൽ ഈ ഭാഗവത ഫിലോസഫി മുഴുവനും അടങ്ങിയിരിക്കുന്നു. ഞാൻ ഒരിക്കൽ പണ്ട് നമ്മുടെ ഇസ്കോണില് ഇടയ്ക്ക് റെഗുലറായിട്ട് പോയി തുടങ്ങിയ സമയത്ത് എൻ്റെ ഇൻട്രസ്റ്റ് കണ്ടിട്ട് ഞാൻ നമ്മുടെ എൻ്റെ ശിഷ്യ ഗുരുക്കന്മാരുമായിട്ടൊക്കെ സംസാരിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഭഗവാനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ എൻ്റെ വൺ ഓഫ് ദ ശിഷ്യാഗുരു ആയ പ്രിയപ്പെട്ട അമല ഗൗരംഗദാസ് പ്രഭു അദ്ദേഹം എനിക്ക് തന്ന ഉപദേശം എന്തെന്ന് വെച്ചാല് കൃഷ്ണനെ കുറിച്ച് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമായി വൈഷ്ണവ സോങ്സ് അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. അതാണ് അദ്ദേഹം എനിക്ക് തന്ന ഉപദേശം. അപ്പോ വൈഷ്ണവ സോങ്സ് അർത്ഥം മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഭഗവാനെ കുറിച്ചുള്ള ടു ഇസഡ് ആയിട്ടുള്ള അറിവ് നമുക്ക് കിട്ടുന്നതാണ്. നമുക്കറിയാം ഈ വൈഷ്ണവ സോങ്സ് എഴുതിയ ഒട്ടുമുക്ക ഭക്തന്മാരും ഭൗതിക ലോകത്തില് ഈ കലിയുഗത്തിൽ ജീവിച്ചിരുന്നവരാണ്. ഈ കലിയുഗത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ മുക്താത്മാക്കളായ അവര് ഭഗവാന്റെ തത്വം ഭാഗവതത്തിലൂടെയും ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെയും മനസ്സിലാക്കി അവർ നമുക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ എഴുതിയ മനോഹരമായ സോങ്സിൽ ഭഗവാന്റെ എല്ലാ തത്വവിചാരങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. എന്തുകൊണ്ട് നമ്മൾ ഭഗവാൻ ആരാധിക്കണം എന്നതിനെ കുറിച്ച് ടു ഇസഡ് അവർ എഴുതിയിരിക്കും. അവര് ഇതൊക്കെ എവിടെ നിന്ന് മനസ്സിലാക്കി എന്ന് ചോദിച്ചാൽ അവരെല്ലാം ഇത് ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് മനസ്സിലാക്കി എന്നതാണ് ആൻസർ. അപ്പോ അവർ പഠിച്ച ആ അറിവ് അവർക്ക് കിട്ടിയത് ഭാഗവതത്തിൽ നിന്നാണ് എങ്കിൽ ആ ഭാഗവതത്തിൽ നമ്മൾ തലയോടിക്കുമ്പോൾ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഭാഗവതത്തിൽ ഓരോ ടോപ്പിക്കിനെ കുറിച്ചും പറയുന്നത് ഭഗവാന്റെ ഭക്തന്മാരാണ്. ഭഗവാന്റെ ഭക്തന്മാരാണ് ഭഗവാനെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത്. അത് ശ്രീമദ് ഭാഗവതം മുഴുവനും നമുക്ക് കാണാൻ കഴിയും. ഭാഗവതം മുഴുവനും ഭഗവാന്റെ ഭക്തന്മാര് ഭഗവാനെ കുറിച്ച് വർണ്ണിക്കുന്നതാണ്. അങ്ങനെ ഭഗവാനെ കുറിച്ച് പുകഴ്ത്തലുകളും പ്രാർത്ഥനകളും ഒക്കെ വ്യത്യസ്ത ഭക്തന്മാർ വ്യത്യസ്ത സിറ്റുവേഷനിൽ ഭഗവാനെ കുറിച്ച് പുകഴ്ത്തിയത് കാര്യങ്ങളെ കുറിച്ച് ക്രോഡീകരിച്ച് എടുത്ത ഭാഗമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. അങ്ങനെ വ്യത്യസ്ത ഭക്തന്മാർ ഭഗവാനെ കുറിച്ച് പുകഴ്ത്തിയതിൽ ഒരു ഭക്തനായ അർജുനൻ ഭഗവാനെ കുറിച്ച് പുകഴ്ത്തിയ ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഇന്നത്തെ ക്ലാസിന്റെ പ്രതിപാദ്യ വിഷയം. അപ്പോ ഓരോ ഭക്തന്മാരിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഭഗവാനെ കുറിച്ച് പഠിക്കേണ്ടതാണ്. ഒരു ആനയെ കുറിച്ച് ആൾക്കാർ വർണ്ണിച്ചു തുടങ്ങുമ്പോൾ അത് എങ്ങനെയായിരിക്കും? ആനയെ കുറിച്ച് ഒരു അന്ധനായ ഒരു വ്യക്തി ആ വാലിൽ തൊട്ടിട്ട് അദ്ദേഹത്തിന്റെ കിട്ടിയ അറിവ് അനുസരിച്ചാണ് ആനയെ കുറിച്ച് വർണ്ണിക്കുന്നത്. എന്നാല് അദ്ദേഹം തൊട്ടു നോക്കിയത് ആനയുടെ വാലിലായിരുന്നു. അപ്പൊ ആ വാലില് തൊട്ടിട്ട് അദ്ദേഹം ആ വാല് എങ്ങനെ ഇരിക്കും എന്ന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. എങ്ങനെ ഇരിക്കും? അത് ഒരു ഉരുണ്ട് നീണ്ടിരിക്കും എന്നേ അദ്ദേഹത്തിന് പറയാൻ പറ്റത്തുള്ളൂ, അല്ലെ? അതിന് തുമ്പില് കുറെ മുടിയുണ്ട്. അപ്പൊ അതിന് രോമം പോലത്തെ ഭാഗം കൂടെ ഉണ്ട്. അതാണ് ആന എന്നേ അദ്ദേഹം പറയത്തുള്ളൂ. കാരണം എന്ത്? അദ്ദേഹം ആനയുടെ വാലിൽ മാത്രമേ തൊട്ടുള്ളൂ. അത് നിന്നും കിട്ടിയ അറിവനുസരിച്ച് അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്യും. എന്നാൽ ആനയുടെ കാലിലാണ് തൊട്ടതെങ്കിലോ അതൊരു തൂണ് പോലെ ഇരിക്കുമെന്നായിരിക്കും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ചെവിയിൽ തൊട്ടാലോ അത് മുറം പോലെ ഇരിക്കുമെന്നായിരിക്കും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഇല്ലേ? കൊമ്പിൽ തൊട്ട ആളോ കൂർത്തിരിക്കും, നല്ല കാഠിന്യമുള്ളതായിരിക്കും എന്നായിരിക്കും അദ്ദേഹം പറയുന്നത്, അല്ലെ? എന്നതുപോലെ എന്നാൽ ആനയെക്കുറിച്ച് മൊത്തത്തിൽ വിവരണങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞത് എല്ലാം ഒരു കണക്കിൽ ശരി തന്നെയാണ്, അല്ലെ? അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? അപ്പോ വ്യത്യസ്ത ആൾക്കാര് വ്യത്യസ്ത സിറ്റുവേഷനിൽ നിന്നും കിട്ടിയ എല്ലാ അറിവും നമുക്ക് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു ആനയെക്കുറിച്ച് മൊത്തത്തിൽ മനസ്സിലാക്കണമെങ്കിൽ. എന്നതുപോലെ ആനയെക്കുറിച്ച് എന്നുള്ള സ്ഥാനത്ത് ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് എന്ന് നമ്മൾ എടുക്കുമ്പോൾ ഓരോ ഭക്തന്മാരും അവരുടെ റിയലൈസേഷൻ അനുസരിച്ച് ഭഗവാനെ കുറിച്ച് ഗ്ലോറിഫൈ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഭാഗവത്തിൽ ഒരൊറ്റ പ്രാർത്ഥന മാത്രമായി ഇല്ലാത്തത്. ഭാഗവത്തിൽ വ്യത്യസ്ത ഭക്തന്മാര് പുകഴ്ത്തുന്ന ഭാഗം വരാൻ കാരണം അവരവരുടെ റിയലൈസേഷൻ അവർ പങ്കുവയ്ക്കുകയാണ്.
അപ്പൊ ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ പരമഭാഗ്യവന്മാരാണ്. കാരണം എന്താ, നമുക്ക് ഇവരുടെ എല്ലാവരുടെയും അറിവ് ഈ പ്രാർത്ഥനാ രൂപത്തിൽ ഭാഗവത്തിലൂടെ നമുക്ക് കിട്ടുന്നു. അങ്ങനെ ഒരു ക്രോഡീകരണം നമ്മുടെ ഭഗവാന്റെ കൃപയാൽ, ഭഗവാന്റെ തന്നെ ശക്തിവേശ അവതാരമായ വ്യാസദേവൻ അദ്ദേഹത്തിന്റെ ഗുരുവായ നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം ചെയ്ത് തന്ന സൗഭാഗ്യമാണ് ശ്രീമദ് ഭാഗവതം. ആ ശ്രീമദ് ഭാഗവതത്തിൽ 115 കൂടുതൽ ഭക്തന്മാര് അവരവരുടേതായ രീതിയിൽ ഭഗവാനെ അവരെന്ത് മനസ്സിലാക്കിയോ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അവര് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് കേട്ട് നമ്മുടെ ബ്രഹ്മമത്ത് കൊടിയ വൈഷ്ണവ ഗുരു പരമ്പര അവരുടെ റിയലൈസേഷൻ വൈഷ്ണവ സോങ്സ് എന്നുള്ള രീതിയിലും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഓരോ ഭക്തന്മാരുടെയും ടീച്ചിങ്സ് നമ്മൾ പഠിക്കേണ്ടതാണ്. കപില, ടീച്ചിങ്സ് ഓഫ് ലോർഡ് കപില ശ്രീമദ് ഭാഗവത്തിലെ ഒരു ഭാഗമാണ്. അത് കപിലന്റെ പ്രയർ അല്ല, എന്നാൽ കപിലന്റെ ടീച്ചിങ്സ് ആണ്. ലോർഡ് ചൈതന്യാസ് ടീച്ചിങ്സ്, അങ്ങനെ ഒരു പുസ്തകമുണ്ട്, ചൈതന്യ ശിഷ്യാമൃതം. കുന്തി ദേവിയുടെ ടീച്ചിങ്സ് ഓഫ് ക്യൂൻ കുന്തി മാതയുടെ ടീച്ചിങ്സ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രഹ്ലാദ മഹാരാജാവിന്റെ ഉപദേശങ്ങൾ, ഇതെല്ലാം പ്രയർ എന്നുള്ള രീതിയേക്കാൾ ഉപരി ടീച്ചിങ്സ് എന്നുള്ള രീതിയിൽ മറ്റൊരു മേഖലയാണ്. കഴിഞ്ഞ പ്രാവശ്യം കാലചക്ര പ്രഭു വന്നപ്പോൾ ചിത്രകേതു നൽകുന്ന പാഠങ്ങൾ എന്ന് പറഞ്ഞ് ചിത്രകേതുവിന്റെ പ്രയർ അല്ല, എന്നാൽ ചിത്രകേതുവിന്റെ ജീവിതാനുഭവത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണപാഠങ്ങൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ ശ്രീമദ് ഭാഗവതത്തിലെ ഓരോ കഥാപാത്രത്തിൽ നിന്നും ഒരുപാട് അറിവ് നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. ഇവരെല്ലാം ആനയെ തൊട്ട് അന്ധൻ വർണ്ണിക്കുന്നത് പോലെ അവരവരുടെ കഴിവനുസരിച്ച് മാക്സിമം ശക്തിയോടുകൂടി ഭഗവാനെ വർണ്ണിക്കുകയാണ്. എന്നാൽ പൂർണ്ണമായി ഒരാൾക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അത് ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ കഴിയത്തുള്ളൂ. സ്വന്തം കഴിവ് കൊണ്ട് ശക്തി കൊണ്ടും ആർക്കും ഭഗവാനെ പൂർണ്ണമായി വർണ്ണിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് അനന്തൻ 1000 തലകൾ അനന്തനുണ്ട്. അപ്പോ അനന്തനോട് ഭഗവാൻ ഒരു സർവീസ് ഏൽപ്പിച്ചു. എന്താണ് സർവീസ്? ഈ ഭൂലോകമല്ല, ഈ മൊത്തം 14 ലോകവും ബ്രഹ്മാണ്ടവും മുഴുവനും അത് ഒന്ന് ചുമന്ന് എടുത്തു വയ്ക്കണം എന്നുള്ളതാണ്. ഈ ലോകം മുഴുവനും, ഭൗതിക ആധ്യാത്മിക ലോകങ്ങളെല്ലാം ഒന്ന് ചുമന്ന് തലയിൽ ഒന്ന് ചുമക്കണം എന്നുള്ള ഒരു സർവീസാണ് അനന്തനെ ഏൽപ്പിച്ചത്, സംഘർഷണ ഭഗവാനെ ഏൽപ്പിച്ചത്. അപ്പൊ അനന്തൻ ചോദിച്ചു, ഞാൻ എത്ര കാലം ഇത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോ, അങ്ങേക്ക് എത്ര തലയുണ്ട്? എനിക്ക് 1000 തല അങ്ങ് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ 1000 തലയും വച്ച് എന്റെ ഗുണഗണങ്ങൾ വാഴ്ത്തി തീർത്തിട്ട് നിങ്ങൾ ആ ഭാരം എടുത്ത് താഴെ വെച്ചോളൂ എന്ന് പറഞ്ഞു. എന്നാൽ അന്ന് മുതൽ ഇന്ന് വരെയും, എത്രയോ കാലം വരെയും 1000 തല വച്ചും ഭഗവാനെ കുറിച്ചുള്ള വർണ്ണനകൾ പാടി 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 ഈ അനന്തന് 1000 നാക്ക് വച്ച് പാടിയിട്ടും 1000 വാ കൊണ്ട് സംസാരിച്ചിട്ടും ഭഗവാന്റെ ഗുണഗണങ്ങൾ മൊത്തമായി വർണ്ണിച്ചു തീർക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ആ സേവനം അദ്ദേഹം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യും. അപ്പോ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ പൂർണ്ണമായും ഭഗവാനെ കുറിച്ച് വർണ്ണിച്ചു തീർക്കാൻ കഴിയില്ല. കാരണം അത്രത്തോളം ഭഗവാന് ഗ്ലോറീസ് ഉണ്ട്. ഭഗവാൻ നിത്യലീല നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പണ്ടത്തെ ലീലയാണ് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നടന്ന ലീല നമ്മൾ നാളെ ചർച്ച ചെയ്യപ്പെടാൻ, നാളത്തെ ലീല ഇനി എപ്പോൾ ചർച്ച ചെയ്യും എന്നിങ്ങനെ ഒരുപാട് കഥകൾ, പണ്ടത്തെ കഥകളും പറയാനുണ്ട്. ഇപ്പോഴത്തെ നിത്യലീലയിൽ ഭഗവാൻ ചെയ്യുന്ന കഥകൾ പറയാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഭഗവാനെ കുറിച്ച് വർണ്ണിച്ചു തീർക്കാൻ കഴിയില്ല, അനന്തന് പോലും കഴിയില്ല. അതുകൊണ്ട് അപ്പൊ പറഞ്ഞു വരുന്ന പോയിന്റ് എന്തെന്ന് വെച്ചാല്, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിൽ കുറച്ച് ഭാഗം വളരെ ശ്രേഷ്ഠ ഭക്തന്മാര്, ആചാര്യന്മാര് പറഞ്ഞിട്ടുള്ളതിനെ നമുക്ക് റിപ്പീറ്റ് ചെയ്യുക മാത്രമേ നിവൃത്തിയുള്ളൂ. അങ്ങനെ ആണെങ്കിൽ കൂടിയും നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കണം. കാരണം ശ്രീമദ് ഭാഗവതം മുഴുവനും ഏകദേശം 115 പ്രയറുണ്ട്. ഒരുപാട് സിറ്റുവേഷനിൽ ഒരുപാട് ടീച്ചിങ്സ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഇതെല്ലാം നമ്മൾ ആനന്ദത്തോടു കൂടി ഒരുമിച്ച് കൂടി മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥ എന്തച്ചമാം നിത്യം തുഷ്യന്തിച്ചാരമതിച്ച, എന്റെ ശുദ്ധ ഭക്തന്മാരുടെ ചിന്ത എന്നിൽ കുടികൊള്ളുന്നു. അവരുടെ ജീവിതം തികച്ചും എന്റെ സേവനത്തിനായി സമർപ്പിതമായിരിക്കും. എന്നെക്കുറിച്ചുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെട്ട് അവർ പരസ്പരം ബോധദീപ്തരാവുക വഴി അവർ സംതൃപ്തിയും ആനന്ദവും അനുഭവിക്കുന്നു. ഈ ജന്മത്തിൽ തന്നെ നമ്മൾ സംതൃപ്തിയും ആനന്ദവും അനുഭവിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ വഴി ഈ ദിവ്യമായ ഈ വർണ്ണനകൾ ശ്രീമദ് ഭാഗവതത്തിൽ നിന്നും ഭഗവത്ഗീതയിൽ നിന്നും ഒക്കെ ഭഗവാനെ കുറിച്ച് ഭക്തന്മാര് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് റിപ്പീറ്റ് ചെയ്ത് എന്ത് 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 ഗ്ലോറിയാണ് ഭഗവാൻ ഉള്ളത് എന്ന് ഓരോരുത്തരും പറയുന്നതിനെ കുറിച്ച് വസ്തുനിഷ്ഠമായി ഡിസ്കസ് ചെയ്ത് ചർച്ച ചെയ്ത് സംസാരിച്ച് നമുക്കറിയാവുന്ന കാര്യം മറ്റുള്ളവരോട് പറയുകയും മറ്റുള്ളവർക്ക് അറിയാവുന്ന കാര്യം നമ്മളോട് പറയുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭഗവാനെ കുറിച്ചുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ബോധദീപ്തരാവുക വഴി
നമുക്ക് സംതൃപ്തിയും ആനന്ദവും നമുക്ക് അനുഭവിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ പ്രേയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അർജുന പ്രേയറിലേക്ക് വരാം. ഇന്നത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് വരാം. ഭഗവത്ഗീതയിലും അർജുനൻ പ്രേയർ പാടുന്നുണ്ട്. എപ്പോഴാണ് അർജുനൻ ഭഗവത്ഗീതയിൽ പ്രേയർ പാടുന്നുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഭഗവത്ഗീത ഒരു മിനിറ്റ്. ഭഗവത്ഗീതയില് അർജുനന്റെ പ്രേയർ വരുന്ന ഭാഗം എവിടെന്ന് ചോദിച്ചാൽ 10-ാം അധ്യായത്തില് ചതുർശ്ലോകി ഭഗവത്ഗീത എന്നുള്ള ഭാഗമുണ്ട്. ചതുർശ്ലോകി ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ 10-ാം അധ്യായത്തിൽ 8, 9, 10, 11 ശ്ലോകം. ഇത് കഴിഞ്ഞ ഉടൻ അർജുനൻ പരം ബ്രഹ്മ പരം ധാമ എന്ന് തുടങ്ങുന്ന അടുത്ത 4 ശ്ലോകങ്ങൾ അർജുനന്റെ പ്രേയറാണ്, പ്രാർത്ഥനകളാണ്. അപ്പോ ചതുശ്ലോകി ഭാഗവത ഉപദേശിച്ചതിന് ശേഷം അർജുനൻ ഭഗവാനെ കുറിച്ച് ഗ്ലോറിഫൈ ചെയ്യുകയാണ്. കാരണം ഭഗവാൻ തരേണ്ട ഉപദേശം എന്നുള്ളത് ഭഗവാൻ ചതുർശ്ലോകി 4 ശ്ലോകത്തിലൂടെ പറഞ്ഞപ്പോൾ പ്രധാനമായിട്ടും ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ട എല്ലാ കാര്യവും അതിനകത്ത് ഉൾപ്പെട്ട് കഴിഞ്ഞു. അത് കേട്ട ഉടൻ തന്നെ അർജുനൻ അത്രയും വലിയ ഭഗവാനാണോ അങ്ങ് എന്ന് പെട്ടെന്ന് റിയലൈസേഷൻ വരികയും ഉടനെ ഭഗവാനെ പുകഴ്ത്തി ഭഗവാൻ പാടുകയും ചെയ്യുന്നു. ആദ്യം ചതുശ്ലോകി ഭഗവത്ഗീത ഞാൻ പറയാം. 10-ാം അധ്യായം 8-ാം ശ്ലോകം. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുകയാണ്, അഹം സർവസ്യ പ്രഭവോ മത്തഃ സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാഭാവാ സമന്വിതഃ മച്ചിത്ത മത്കഥ പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തച്ച മാം നിത്യം തുഷ്യന്തി ച രമന്തി ച തേഷാം സദയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തി തേ തേഷാമേവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഃ നാശയോ ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസുതഃ. ഇതാണ് ഈ 4 ചതുശ്ലോകി ഭഗവത്ഗീത. എന്നുവെച്ചാൽ ഭഗവാൻ എത്രത്തോളം സുപ്രീമാണ്, ഭഗവാൻ എത്രത്തോളം വലിയ ആളാണ് എന്ന് ഭഗവാൻ തന്നെ അർജുനനോട് നേരിട്ട് ഉപദേശിച്ചിരിക്കുകയാണ് ഈ 4 ശ്ലോകത്തിലൂടെ. ഈ 4 ശ്ലോകം പഠിക്കുന്നത് കൊണ്ട് തന്നെ, വായിക്കുന്നത് കൊണ്ട് തന്നെ ഭഗവത്ഗീത മൊത്തം വായിച്ചതിന്റെ ഫലം കിട്ടും. അതുകൊണ്ടാണ് ഇതിനെ ചതുശ്ലോകി ഭഗവത്ഗീത എന്ന് പറയുന്നത്. എന്താണ് കൃഷ്ണൻ പറഞ്ഞത് അർജുനനോട്? അർജുനോട് പറയുകയാണ് കൃഷ്ണൻ ആ 8-ാമത്തെ ശ്ലോകത്തിൽ, ഹേ അർജുന, ഞാൻ എന്ന് പറയുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ, പരമ ദിവ്യ ഉത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുകയാണ്, ഭൗതിക ആധ്യാത്മിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ്, ഭഗവാനാണ്. എല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടായത്. ഇത് പൂർണ്ണമായി അറിയുന്ന ബുദ്ധിമാന്മാരാണ് ഭഗവാന്റെ എന്റെ സേവനത്തിൽ ഏർപ്പെടുകയും എന്നെ ഉള്ളഴിഞ്ഞ് ആരാധിക്കുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ ആരാധിക്കുന്ന ആൾക്കാർ മണ്ടന്മാരല്ല, ഭഗവാൻ സുപ്രീമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവര് ഭഗവാനെ ആരാധിക്കുന്നത്. വെറുതെ ഒരു സെന്റിമെന്റലിസം അല്ല. ഭഗവാൻ അത്രത്തോളം യോഗ്യനായ വ്യക്തിയാണ് നമ്മുടെ സേവനങ്ങൾ സ്വീകരിക്കാൻ എന്നത് മനസ്സിലാക്കിയാണ് ആ സേവനത്തിൽ ഭക്തന്മാരെ ഏർപ്പെടുന്നത്. 2-ാമത്തെ ശ്ലോകം 10:9 പറയുന്നു, എന്റെ ശുദ്ധ, അങ്ങനെയുള്ള ഭക്തന്മാരുടെ എങ്ങനെയാണ് ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത്. എന്റെ ശുദ്ധ ഭക്തന്മാരുടെ ചിന്ത എന്നിൽ കുടികൊള്ളുന്നു. അവരുടെ ജീവിതം തികച്ചും ഭഗവാന്റെ എന്റെ സേവനത്തിനായി സമർപ്പിതമായിരിക്കും. എന്നെ കുറിച്ചുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെട്ട് പരസ്പരം അവർ ബോധദീപ്തരാവുക വഴി അവർ സംതൃപ്തിയും ആനന്ദവും അനുഭവിക്കുന്നു. നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം. അപ്പൊ അതാണ് അങ്ങനെയുള്ള ആൾക്കാർ ഭഗവാനാണ് സുപ്രീം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തനം ഇങ്ങനെയായിരിക്കും. പിന്നെയോ അടുത്ത ശ്ലോകത്തിൽ 10-ാം ശ്ലോകത്തിൽ എന്താ പറയുന്നത്? അങ്ങനെ ചെയ്യാൻ നമുക്ക് ബുദ്ധി ഇല്ലെങ്കിൽ കൂടി ഭഗവാൻ ബുദ്ധി നൽകും. പ്രേമഭക്തിയോടെ സദാ എന്നെ ആരാധിക്കുന്ന ഭക്തന്മാർക്ക് എന്നെ പ്രാപിക്കാൻ ഉതകുന്ന ബുദ്ധിവിശേഷം ഭഗവാൻ നൽകും. നമുക്ക് ബുദ്ധി വേണ്ട, അതാണ് കളി. ഭഗവാനെ മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് നാച്ചുറലി വേണ്ട. അത് ഭഗവാന്റെ കാരുണ്യത്താൽ ഭഗവാൻ തന്നോളും. ഗോലോകത്തിൽ എത്താൻ എന്താണ് വഴി? ജ്ഞാനം കൊണ്ടെത്താൻ പറ്റുമോ? സ്വന്തം അധ്വാനം കൊണ്ടെത്താൻ പറ്റുമോ? ഭഗവാന്റെ പുസ്തകങ്ങളും അത് ഇത് വായിച്ച് ഒക്കെ നമുക്ക് എത്താൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് ആകെ പറ്റുന്നത് നമ്മുടെ പുണ്യം കൊണ്ടെത്താൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് ആകെ പറ്റുന്നത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമേ എത്താൻ പറ്റൂ. ആ കാരുണ്യമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ബുദ്ധിവിശേഷം ഞാൻ നൽകും. അവിടെ കൊണ്ടുപോകുന്ന ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുക്കും. അതിന് വേണ്ടിയുള്ളതെല്ലാം അദ്ദേഹം തന്നെ തന്നോളും. അപ്പൊ കാരുണ്യം കൊണ്ട് മാത്രമേ നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റത്തുള്ളൂ. ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ആചാര പരമ്പരയെ നമ്മൾ എപ്പോഴും ആദരിക്കണം. അവരുടെ കാരുണ്യം നമുക്ക് വേണം, കൃഷ്ണന്റെ കാരുണ്യം വേണം എന്ന് പറഞ്ഞ് നമ്മൾ വിനയപൂർവ്വം, നമ്മൾ വിനയം ഉള്ളവർക്ക് മാത്രമേ കാരുണ്യം കിട്ടത്തുള്ളൂ. അപ്പൊ വിനയം ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ശ്രീമദ് ഭാഗവതം മൊത്തം പഠിച്ചാൽ നമ്മുടെ സ്വഭാവം മാറിപ്പോകും, നമ്മൾ വിനയാന്വിതനായി മാറിപ്പോകും.
കാരണം വിനയാന്വിതനാവുക എന്നതുകൊണ്ട് മാത്രമേ നമുക്ക് കാരുണ്യം കൃഷ്ണന്റെ ഭക്തന്മാരുടെയും അട്രാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ കാരുണ്യം നമുക്ക് നേടണമെങ്കിൽ നമുക്ക് ഭക്തന്മാരുടെ സേവ ചെയ്യേണ്ടതുണ്ട്. സേവ ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ കാരുണ്യം പെട്ടെന്ന് അട്രാക്ട്. അതാണ് ശ്രീമദ് ഭാഗവതം മുഴുവൻ വായിക്കുമ്പോൾ നമ്മുടെ ശ്രീലപ്രഭാതർ ഭക്തിക്ക് കൊടുത്തിരിക്കുന്ന നിർവചനം ഭക്തിയുക്ത ഭഗവത് സേവനം എന്നാണ്. ആ സേവനം ഉണ്ടെങ്കിൽ മാത്രമേ ഭക്തിയെ അട്രാക്ട് ചെയ്യാൻ പറ്റൂ. കാരണം ഭക്തി വരുന്നത് കാരുണ്യം കൊണ്ട് മാത്രമാണ്. കൃഷ്ണഭക്തന്മാർക്കും നമ്മളോടുള്ള കാരുണ്യം കൊണ്ട് മാത്രമേ ഭക്തി നമ്മളിലേക്ക് എത്തത്തുള്ളൂ. അപ്പൊ അതാണ് ഭക്തിയുക്ത ഭഗവത് സേവനം എന്ന് പറയും. അടുത്തത് ചതുശ്ലോക ഭൗതികതയിൽ ലാസ്റ്റ് ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്നു, അവരിൽ സവിശേഷ അനുകമ്പയോടെ ഞാൻ ഹൃദയസ്ഥനായിട്ട് ജ്ഞാനദീപം കൊണ്ട് അവരുടെ അജ്ഞാനജന്യമായ തമസിനെ ഞാൻ അകറ്റുന്നു. അത് ഭഗവാൻ തന്നെ ചെയ്തോളൂ. നമ്മള് സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരുന്നാൽ, ഭഗവാന്റെ കുറിച്ചുള്ള വർണ്ണനകൾ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരുന്നാൽ, നമ്മൾ വിനയാനിതനാവുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ ജ്ഞാനം കൊണ്ട് ഉദ്ഭവിപ്പിച്ച് ഭഗവാൻ നമ്മളെ തിരിച്ചു കൊണ്ടുപോയിക്കോളും. ഇതാണ്. അപ്പൊ ഇത്രയും കേട്ട അർജുനന് ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. എല്ലാം ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നമുക്ക് എല്ലാം കിട്ടുന്നത്. അല്ല നമ്മുടെ കഴിവോ ബുദ്ധിയോ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കിയ അർജുനൻ ഉടനെ ഭഗവാനെ പുകഴ്ത്താൻ തുടങ്ങി. അതാണ് ഭഗവത്ഗീതയിലുള്ള പ്രയർ. ഭഗവത്ഗീതയിൽ ആകെ ഒരേ ഒരു പ്രയറേ ഉള്ളൂ, അത് അർജുന പ്രയറാണ്. തീർച്ചയായിട്ടും സഞ്ജയനും ഭഗവാനെ പുകഴ്ത്തുന്നുണ്ട്, മറ്റു ഭാഗത്ത് 18ാം അധ്യായത്തിലേക്ക് ഭഗവാനെ പുകഴ്ത്തുന്നുണ്ട്. എന്നിരുന്നാലും സ്പെസിഫിക്കായിട്ട് ഭഗവത്ഗീതയിൽ അർജുനന്റെ പ്രയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ഒരു 4 ശ്ലോകം കൂടെ ഉണ്ട്. അതും കൂടെ ഇന്നത്തെ അർജുനന്റെ പ്രയർ ആകുന്ന പ്രതിപാദ വിഷയമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് സംസാരിക്കാം. അർജുന ഉവാച പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവാമജം വിഭോ ആഹുസ്തോ മൃഷയാ സർവേ ദേവർഷി നാരദസ്തദാ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവാബ്രവീഷി മേ. അടുത്തത് സർവമേധാധൃതം മന്യേ ജന്മാം വദസി കേശവ നഹിതോ ഭഗവാൻ വ്യക്തിം വിദുർദേവോ ന ദാനവ സ്വയമേവാത്മനാത്മാന വേദോത്തോം പുരുഷോത്തമ ഭൂതഭാവേന ഭൂതേശ ദേവദേവാ ജഗത്പദേ. എന്താണ് അതിനർത്ഥം? അർജുനൻ പറഞ്ഞു, അങ്ങ് പരമ ദിവ്യ ഉത്തമ പുരുഷനാണ്. പരമമായ ധാമവും പവിത്രമായതും നിരപേക്ഷ തത്വവും ഭഗവാൻ തന്നെ. സനാതനനും അഭൗതികനും ആദിപുരുഷനും അജനും മഹാനുമാണ് അങ്ങെന്ന് ഞാനല്ല പറയുന്നത്, പകരമോ ഗുരുപരമ്പര. ദേവർഷിയായ നാരദൻ, അസിതൻ, ദേവലൻ, വ്യാസൻ മുതലായ എല്ലാ ഋഷികളും പറയുന്നു. ഇപ്പോൾ അങ്ങ് സ്വയം എന്നോട് ഇത് വ്യക്തമായി പറയുകയും ചെയ്യും. അപ്പൊ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഗുരുപരമ്പരയിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് സത്യം മനസ്സിലാക്കാൻ കലിയുഗത്തില് പാപങ്ങൾ മാത്രമുള്ള ഈ കലിയുഗത്തിലും പറ്റും. അതിനെന്താണ് ചെയ്യേണ്ടത്? ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതൊരു കാര്യവും വസ്തുനിഷ്ഠമായി ശരിയായി സത്യമായി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 3 അരിപ്പിലൂടെ ആ വിഷയത്തിനെ കടത്തിവിടണം. ഈ മൂന്ന് അടുപ്പിൽ 3 രീതിയിലൂടെയും കടന്നാണ് ആ വിഷയം വരുന്നെങ്കിൽ നമുക്ക് അതിനെ കണ്ണടച്ച് വിശ്വസിക്കാം, ഫോളോ ചെയ്യാം. എന്താണ് ആ 3 അരിപ്പ്? 1, ഗുരു പറയുന്ന കാര്യങ്ങൾ. 2, അതേ കാര്യങ്ങൾ തന്നെയാണോ അദ്ദേഹത്തിന്റെ ഗുരു എന്നുള്ള ഗുരുശിഷ്യ പരമ്പരയിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. അതിനെയാണ് ഗുരു പരമ്പര എന്ന് പറയുന്നത്. ഗുരു പറഞ്ഞ കാര്യം തന്നെയാണോ ഗുരു പരമ്പര പറയുന്നത് എന്ന് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. അതിനെയാണ് സാധുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ ഗുരു പറഞ്ഞ കാര്യമാണ് സാധുക്കളും പറയുന്നത് എങ്കിൽ നമുക്ക് അതിനെ വിശ്വസിച്ച് തുടങ്ങാം. എന്നാൽ ഈ 2 കാര്യത്തിന്റെ സപ്പോർട്ട് മാത്രം കിട്ടിയാൽ നമ്മൾ അതിനെ ഫോളോ ചെയ്യരുത്. പകരം 3ാമത്തെ ഒരു ക്രോസ് ചെക്കിംഗ് കൂടെ ആവശ്യമുണ്ട്. ഇതേ കാര്യം തന്നെയാണോ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നും കൂടെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഗുരു, സാധു, ശാസ്ത്രം ഈ 3ഉം ഒരേ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കണ്ണടച്ച് അതിനെ ഫോളോ ചെയ്യാം. അപ്പോ ഇവിടെ അർജുനൻ പറയുകയാണ്, അങ്ങ് പറഞ്ഞത് എന്റെ ഗുരു എന്നുള്ള രീതിയിൽ അങ്ങ് പറയുന്നു. എന്നാൽ അങ്ങ് പറഞ്ഞ കാര്യം തന്നെയാണ് ഗുരുശിഷ്യ പരമ്പരയും പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുകയാണ്. അപ്പൊ ഇത് നമ്മൾ ഭഗവത്ഗീതയിലൂടെ വായിക്കുന്ന, ശാസ്ത്രത്തിലൂടെ വായിക്കുന്നത് കൊണ്ട് ഭഗവാനെ കുറിച്ച് അർജുനൻ പറയുന്ന കാര്യങ്ങൾ ഗുരു, സാധു, ശാസ്ത്രത്തിന്റെ സപ്പോർട്ടോടുകൂടി നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അടുത്ത ശ്ലോകത്തിൽ അർജുനൻ പറയുകയാണ്, ഭഗവത്ഗീതയാണ് ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം
ഒരാൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. ഭഗവത്ഗീതയിലുള്ള ചതുശ്ലോകി ഭഗവത്ഗീതയാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. അവിടെ അർജുന പ്രയർ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ശ്രീമദ് ഭാഗവതിൽ അർജുന പ്രയർ ആണ്. ഇതിനെ കണക്ട് ചെയ്ത് മറ്റൊരു അർജുന പ്രയർ ശ്രീമദ് ഭഗവത്ഗീതയിലുണ്ട്. അത് 10-ാം അധ്യായം 12, 13, 14, 15 ശ്ലോകമാണ്. ആ 4 ശ്ലോകത്തിനെ കുറിച്ചാണ് ഇപ്പൊ ഞാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭഗവത്ഗീതയിലുള്ള 10-ാം അധ്യായം 12, 13, 14, 15 ശ്ലോകം. അടുത്തത് പറയുകയാണ്, അല്ലയോ കൃഷ്ണ, അർജുനൻ പറയുകയാണ്, അല്ലയോ കൃഷ്ണ, അങ്ങ് പറഞ്ഞതെല്ലാം ഞാൻ അതേപടി സത്യമായി മനസ്സിലാക്കി സ്വീകരിക്കുന്നു. ഇങ്ങനെയാണ് ഒരു ഭക്തൻ ഒരു ഭാഗവതം സ്വീകരിക്കേണ്ടത്, ഭഗവത്ഗീത സ്വീകരിക്കേണ്ടത്. എന്നാൽ എങ്ങനെ? കൃഷ്ണൻ പറഞ്ഞതുപോലെ അതേപടി, അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള ഭാഗം മാത്രം എടുക്കലല്ല, അതേപടിയാണ് സ്വീകരിക്കേണ്ടത്. സത്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കൃഷ്ണൻ പറയുന്നതെല്ലാം പരമസത്യത്തിനെ കുറിച്ചാണ് മനസ്സിലാക്കണം. 2, അത് മനസ്സിലാക്കണം, മനസ്സിരുത്തി മനനം ചെയ്ത് മനസ്സിലാക്കണം. എന്നിട്ട് തള്ളിക്കളയരുത്, സ്വീകരിക്കണം. പ്രഭോ എന്നിട്ട് പറയാണ്, പ്രഭോ, ദേവന്മാർക്കോ ദാനവന്മാർക്കോ അവിടുത്തെ വ്യക്തിത്വം മനസ്സിലാക്കാൻ കഴിയില്ല. ഞാൻ മനസ്സിലാക്കിയത് വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ദേവന്മാർക്ക് പോലും അങ്ങയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അസുരന്മാർക്കും അങ്ങയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ ഒരു മാനവന് മനസ്സിലാക്കാൻ പറ്റും. മാനവന് ഭഗവാന്റെ കൃപ കൊണ്ട് ശ്രീമദ് ഭാഗവതം ഭഗവത്ഗീതയും ഭഗവാൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് അർജുനനെ പിൻപറ്റി നമുക്കും ഭഗവത്ഗീത ഗ്രന്ഥങ്ങളിലൂടെ ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നു. എന്തുകൊണ്ട് ദേവന്മാർക്ക് പറ്റില്ല എന്ന് ചോദിച്ചാൽ, അവർക്ക് ഉന്നത സുഖങ്ങൾ കിട്ടുന്നത് കൊണ്ട് അവർ ചിലപ്പോൾ അതിനകത്ത് പെട്ടുപോകാൻ ചാൻസ് കൂടുതലാണ്. അസുരന്മാർക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ, അവർ ഒരിക്കലും വിഷ്ണുവിനെ സ്വീകരിക്കാൻ തയ്യാറല്ല, അതുകൊണ്ട് അവർക്ക് ഭക്തി ഉണ്ടാവത്തില്ല. എന്നാൽ മാനവന്മാർക്ക് ഭഗവാന്റെ കൃപയാൽ ആവശ്യത്തിന് ദുഃഖം ഭഗവാൻ തന്നിട്ടുള്ളത് കൊണ്ട് ദുഃഖം വരുമ്പോൾ നമുക്ക് ഭഗവാനെ സമീപിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ദുഃഖിതൻ ധനകാംക്ഷി അർത്ഥാർത്ഥി ജ്ഞാനി ഭക്തൻ, ഇത്രയും ആൾക്കാരാണ് ഭഗവാനെ സമീപിക്കുന്നത്. അതിൽ ഈ ഗണത്തിൽ നമുക്ക് മാനവൻ വന്നിവിടെ എന്ന് പറയുമ്പോൾ ദുഃഖാലയം ആയതുകൊണ്ട് ദുഃഖിതൻ എന്നുള്ള ഗണത്തിൽ എന്തായാലും നമ്മൾ പെടും. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഭഗവാനെ കുറിച്ച് അന്വേഷണ തോര ഉണ്ടാവുകയും ഭാഗവത ഭഗവത്ഗീത ഇത്യാദി ഗ്രന്ഥത്തിലൂടെ നമുക്ക് പെട്ടെന്ന് ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ അർത്ഥത്തിൽ അർജുനൻ പറയുകയാണ്, അപ്പൊ മനുഷ്യനുള്ള അവസരം ദേവന്മാർക്കോ അസുരന്മാർക്കോ പോലും ഭഗവാൻ മനസ്സിലാക്കാൻ എന്നുള്ള വിഷയത്തിൽ ഇല്ല എന്ന് അർജുനൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് മാനവരായി നമ്മൾ ഭഗവത്ഗീത, ഭാഗവതം, ബ്രഹ്മബുദ്ധ കൊടിയ ഗുരുപരമ്പര, ഇസ്കോണ്, പ്രഭുപാദിന്റെ പുസ്തകങ്ങൾ ഇവയൊക്കെ കിട്ടിയ നമ്മൾ ഓരോരുത്തരും പരമ ഭാഗ്യവന്മാരാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിനേക്കാളും ഭാഗ്യവന്മാരാണ് എന്നും രാവിലെ അതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ നമ്മൾ ഒരുമിച്ച് കൂടാൻ പറ്റുന്ന നമ്മൾ ഓരോരുത്തരും. മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം. ഇവിടെ ക്ലാസ് എടുക്കുന്ന ഒരേ ഒരു വ്യക്തിയല്ല, ഒരുപാട് ഡിവോട്ടീസ് ആണ്. അതിലൂടെ നമുക്ക് പരസ്പരം നമ്മുടെ അറിവ് പങ്കുവയ്ക്കാൻ പറ്റുന്നത് കൂടെ ചതുശ്ലോക ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞതുപോലത്തെ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് അതിനേക്കാൾ ഏറിയ ഭാഗ്യമുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് കൃഷ്ണകൃപയാൽ. അടുത്തത് ശ്ലോകത്തിൽ അർജുനൻ ചതുശ്ലോകി ഭഗവത്ഗീതയിൽ പറയുന്നത്, ഹേ പുരുഷോത്തമാ, വിളിച്ചു, പുരുഷന്മാരിൽ ഉത്തമനെ, പുരുഷോത്തമാ കൃഷ്ണ, സർവഭൂതങ്ങൾക്കും ഉൽപ്പത്തി സ്ഥാനം. ഭഗവാൻ കൃഷ്ണൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, അഹം ബീജപ്രദപിത. അത് ഭഗവാൻ ഇവിടെ അർജുനൻ അത് അംഗീകരിക്കുകയാണ്. സർവഭൂതങ്ങളുടെയും ഉൽപ്പത്തി സ്ഥാനവും ദേവന്മാർക്കും ദേവനുമായ ഭഗവാനെ, ദേവന്മാരുടെയും മുകളിലാണ് ഭഗവാന്റെ സ്ഥാനം. ഈക്വൽ അല്ലേ എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. എല്ലാം ഈക്വൽ അല്ലേ? എല്ലാം ഒന്ന് തന്നെ, ഒന്നല്ല എന്നാണ് അർജുനൻ ഇവിടെ പറയുന്നത്. ദേവന്മാരുടെ മുകളിലാണ് കൃഷ്ണന്റെ സ്ഥാനം. ദേവന്മാരുടെ ദേവനുമായ ഭഗവാനെ, ജഗത് ഈശ്വര, ജഗന്നാഥ, ജഗത്തിന്റെ ഈശ്വര ഭഗവാനെ കൃഷ്ണ എന്ന് പറയുകയാണ്. അങ്ങേക്ക് മാത്രമേ യഥാർത്ഥത്തിൽ അങ്ങയെക്കുറിച്ച് ആർക്കറിയാം? അങ്ങേക്ക് മാത്രമേ അങ്ങയുടെ തന്നെ അന്തരംഗ ശക്തിയാൽ അങ്ങയെ അറിയുവാൻ കഴിയുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1000 തലയുള്ള അനന്തന് പോലും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് പൂർണ്ണമായും ഭഗവാനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റുള്ള ആൾക്കാർ എന്ത് തന്നെ ഭഗവാനെ കുറിച്ച് പുകഴ്ത്തിയാലും കണ്ണു പൊട്ടൻ ആനയെ കുറിച്ച് വർണ്ണിക്കും പോലെ ആയിരിക്കും. അപ്പൊ ഭഗവാനെ കുറിച്ച് പൂർണ്ണമായി ആർക്കറിയാം എന്ന് ചോദിച്ചാൽ അതിനുത്തരം അർജുനൻ പറയുന്നു, അങ്ങയെക്കുറിച്ച് അങ്ങേക്ക് മാത്രമേ അങ്ങയുടെ അന്തരംഗ ശക്തിയാൽ മനസ്സിലാക്കാൻ കഴിയൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാന്ന് ചോദിച്ചാൽ ഭാഗവതത്തിൽ ഭഗവാൻ കുറെ ഭക്തന്മാരുടെ റിയലൈസേഷൻ നമുക്ക് തരുന്നുണ്ട്. അതിലൂടെ അത് മനസ്സിലാക്കി നമ്മളോട് പറഞ്ഞ ബ്രഹ്മമധ്യ ഗൗഡിയ വൈഷ്ണവ ഗുരുപരമ്പരയിലുള്ള ആചാര്യന്മാരെഴുതിയ വൈഷ്ണവ സോങ്ങിന്റെ അർത്ഥത്തിലൂടെ നമുക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പൊ ഇന്നത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അർജുനൻ ഇന്നത്തെ ശ്ലോകത്തിൽ ശ്രീമദ് ഭാഗവതത്തിലും ഒരു പ്രയർ പറയുന്നുണ്ട്. അതാണ് നമ്മൾ 22, 23, 24, 25 ശ്ലോകങ്ങളിൽ ശ്രീമദ് ഭാഗവതം 1-ാമത്തെ സ്കന്ധം 7-ാം അധ്യായം ദ്രോണപുത്ര ശിക്ഷിക്കപ്പെടുന്ന ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ കഴിഞ്ഞ 1-2 ശ്ലോകങ്ങളിൽ
പ്രയർ ഓഫ് അർജുനൻ. അർജുനൻ അരുളി ചെയ്തു, കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഭക്താനാമഭയം ഖരാ ത്വമേകോ ദേഹമാനാനാ അപവർഗോസി സംസൃതേ എന്നുള്ള ശ്ലോകത്തിൽ പറയുന്നു. അർജുനൻ അരുളി ചെയ്തു, അല്ലയോ ഭഗവാനെ കൃഷ്ണ, അങ്ങ് സർവശക്തനായ പരമപുരുഷനാകുന്നു. അങ്ങയുടെ വിഭിന്ന ശക്തികൾക്ക് യാതൊരു പരിധിയുമില്ല. ആകയാൽ അങ്ങയുടെ ഭക്തരുടെ ഹൃദയത്തിൽ നിർഭയത ഉത്തരോത്തരമായി പ്രവേശിപ്പിക്കാൻ സർവദാ സമർത്ഥൻ അങ്ങ് മാത്രമാണ്. ഭയമില്ലാതാക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ. ഭൗതിക ക്ലേശങ്ങളിലെ അഗ്നിജ്വാലകളാൽ തപിക്കുന്ന ഏവരും പരിത്രാണ മാർഗം കണ്ടെത്തുന്നതും അങ്ങയിൽ മാത്രമാണ്. ഈ ദുഃഖാലയത്തിലുള്ള ആൾക്കാര് ആശ്വാസം കണ്ടെത്തുന്നത് ഭഗവാനെ അങ്ങയുടെ പാദകമലങ്ങളിലാണ് എന്ന് അർജുനൻ അദ്ദേഹത്തിന്റെ പ്രയറിൽ ഭാഗവതത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ അർത്ഥം പറയുന്നു. രണ്ടാമത്തെ ശ്ലോകത്തിൽ അതിന്റെ അർത്ഥം ഇതാണ്: സർവ സൃഷ്ടികളിലും വ്യാപിച്ചിരിക്കുന്ന യഥാർത്ഥ പരമദിവ്യോത്തമ പുരുഷനും ഭൗതിക ശക്തിക്ക് അതീതനും. ഇത് തന്നെയാണ് ഇന്നത്തെ ശ്ലോകത്തിലും പറയുന്നത്. എന്താണ്? അങ്ങ് ഭൗതിക ശക്തിയുടെ പ്രവർത്തന അതീതനാണ്, അതിനകത്ത് പെട്ടുപെടുന്നവനല്ല. അതായത് ജനന മരണ രോഗ വാർദ്ധക്യം കൃഷ്ണനെ ബാധിക്കത്തില്ല. ഭൗതിക ലോകത്തിന്റെ സ്വഭാവമാണിത്. അതേപോലെ ആദി ഭൗതികം, ആദി ദൈവിക, ആധ്യാത്മിക ദുഃഖങ്ങൾ കൃഷ്ണനെ ബാധിക്കത്തില്ല. അത് ഭൗതിക ലോകത്തിന്റെ സ്വഭാവമാണ്. അതൊന്നും കൃഷ്ണനെ ബാധിക്കത്തില്ലെന്ന് കഴിഞ്ഞ ആ ശ്ലോകത്തിലും പറയുന്നുണ്ട്. എന്താണ്? ഭൗതിക ശക്തിക്ക് അതീതനും. അങ്ങയുടെ ആത്മീയ ശക്തിയെ മാർഗമാക്കി ഭൗതിക ശക്തിയുടെ പരിണാമങ്ങളെ അങ്ങ് ആട്ടി അകറ്റുന്നു. അങ്ങ് സദാ നിത്യ പരമാനന്ദത്തിലും അതീന്ദ്രിയ ജ്ഞാനത്തിലും നിവിഷ്ടനായിരിക്കുന്നു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറയുന്നു. ഇന്നത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭൗതിക ശക്തിയുടെ പ്രവർത്തന രംഗത്തിന് അതീതനായിരുന്നു. നേരത്തെയും പറഞ്ഞു, ഇപ്പോഴും പറഞ്ഞു. ഭൗതിക ലോകമായിട്ട് യാതൊരു ബന്ധു ഭഗവാനില്ല. എന്നിട്ട് കൂടി ബദ്ധാത്മാക്കളുടെ പരമനന്മയ്ക്കായി ധർമ്മങ്ങളുടെ സവിശേഷ ലക്ഷണങ്ങളെ ആസ്പദമാക്കി വിവരിക്കുന്ന 4 മോശ തത്വങ്ങളെ അങ്ങ് പ്രയോഗത്തിൽ വരുത്തി. എന്ന് വെച്ചാല് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് കൃഷ്ണൻ പറയുന്നതിന്റെ കണക്റ്റഡ് ഭാഗവതം ശ്ലോകമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഭഗവാൻ ബദ്ധജീവാത്മാക്കളുടെ ഉദ്ധരിക്കുവാൻ ഉദ്ദേശിച്ച് ഒരു ടാർഗറ്റ് നൽകിയിട്ടുണ്ട് ഭഗവാൻ. ഈ മനുഷ്യജന്മത്തോടു കൂടി നമ്മൾ പരിപൂർണമായി ഭഗവാനെ മനസ്സിലാക്കി ജീവന്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് ജീവേന സ്വരൂപാഹി കൃഷ്ണേന നിത്യദാസ എന്ന് മനസ്സിലാക്കി നമ്മൾ ഈ ശരീരം ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ മറ്റൊരു ഭൗതിക ശരീരം എടുക്കാത്ത രീതിയിൽ നമ്മൾ കോൺഷ്യസ്നെസ്സിൽ കൃഷ്ണാവബോധം കൊണ്ടുവന്ന് ഒരേ സമയത്ത് തന്നെ ഈ ശരീരം ഉപേക്ഷിക്കുമ്പോൾ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ഉപേക്ഷിച്ച് ആധ്യാത്മികമായ ശരീരം തിരിച്ചെടുത്ത് നമ്മൾ ഭഗവാന്റെ അടുത്ത് തിരിച്ചു പോകണമെന്നാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്ന ഭഗവാൻ നമുക്ക് അതിലേക്ക് എത്താൻ, ഇതാണ് നമ്മുടെ ടാർഗറ്റ്. പക്ഷെ ഇതിലെത്താൻ കുറച്ച് മൈൽ സ്റ്റോൺ തന്നിട്ടുണ്ട്. മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാർഗറ്റിനെ മൈൽ സ്റ്റോൺ ആയിട്ട് തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ടാർഗറ്റിൽ സമയത്തിനെത്താൻ കഴിയത്തുള്ളൂ. അപ്പോൾ മൈൽ സ്റ്റോൺ എന്തെന്ന് ചോദിച്ചാൽ ടാർഗറ്റിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഇടത്താവളമാണ് മൈൽ സ്റ്റോൺ എന്ന് പറയും. അപ്പോൾ ടാർഗറ്റിൽ സമയത്തിന് എത്താൻ പറ്റുമോ എന്ന് നമുക്ക് ഇടത്താവളത്തിലെത്തിയ സമയം കൊണ്ട് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും. ടാർഗറ്റ് എന്ന് പറയുന്നത് കന്യാകുമാരിയാണ്. അത് ഇത്ര മണിക്കൂറിനകത്ത് എത്തണം. നമുക്ക് ഇത്ര മണിക്കൂറുണ്ട്, ഇത്ര കിലോമീറ്റർ സഞ്ചരിക്കാനുമുണ്ട്. അപ്പോ ആദ്യം അതിനെ 4ആയി നമുക്ക് തിരിക്കാം. ആദ്യം നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിന്നും നെയ്യാറ്റിൻകര വരെ ഇത്ര മണിക്കകത്ത് എത്തിച്ചേരണം. ഇത് ഫസ്റ്റ് മൈൽ സ്റ്റോൺ. രണ്ടാമത്തെ മൈൽ സ്റ്റോൺ, അവിടെ നിന്ന് നമ്മൾ ഇത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് പാറശാല വരെ ഇത്ര മണിക്കകത്ത് എത്തിച്ചേരണം. അത് രണ്ടാമത്തെ മൈൽ സ്റ്റോൺ. മൂന്നാമത്തെ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് അതിനുശേഷം അവിടെ നിന്ന് ഇത്ര മണിക്ക് യാത്ര ചെയ്ത് ഇത്ര മണിക്കാകുമ്പോൾ നമ്മൾ നാഗർകോവിൽ എത്തിച്ചേരണം. അത് അടുത്ത മൈൽ സ്റ്റോൺ. അതിൻ്റെ അടുത്തത് മൈൽ സ്റ്റോൺ, അവിടെ നാഗർകോവിൽ ഇത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കന്യാകുമാരിക്ക് ഇത്ര മണിക്കാകുമ്പോൾ എത്തിച്ചേരണം. അത് ലാസ്റ്റത്തെ മൈൽ സ്റ്റോൺ. അപ്പൊ ഈ 4 മൈൽ സ്റ്റോൺ നമ്മൾ കറക്റ്റ് സമയത്ത് അച്ചീവ് ചെയ്താൽ നമ്മുടെ ടാർഗറ്റായ കന്യാകുമാരിയിൽ ഇത്ര മണിക്ക് എത്തിച്ചേരണം എന്നുള്ള മൈൽ സ്റ്റോൺ ഓട്ടോമാറ്റിക്കലി അച്ചീവ് ചെയ്ത് കൊള്ളും. അതേപോലെ ഭഗവാൻ മനുഷ്യജന്മത്തിൽ ഒരു മൈൽ സ്റ്റോൺ തന്നിട്ടുണ്ട്. ടാർഗറ്റ് ആകുന്ന കൃഷ്ണപ്രേമത്തോടുകൂടി കൃഷ്ണാവബോധത്തോടു കൂടി നമ്മൾ ഈ ഭൗതിക ശരീരം ഉപേക്ഷിക്കുമ്പോൾ
പഞ്ചഭൂതങ്ങൾ അടങ്ങിയ സ്ഥൂല ശരീരം മാത്രം ഉപേക്ഷിക്കാതെ ആത്മാവിനെ കവർ ചെയ്ത് നിൽക്കുന്ന സൂക്ഷ്മ ശരീരം കൂടി ഉപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ആധ്യാത്മിക ശരീരം കിട്ടത്തുള്ളൂ. സാധാരണ ആൾക്കാർ ഉപേക്ഷിക്കാൻ അറിവുള്ളത് സ്ഥൂല ശരീരം മാത്രം ഉപേക്ഷിക്കാനേ അവർക്ക് അറിവുള്ളൂ. സ്ഥൂല ശരീരത്തിന്റെ കൂടെ സൂക്ഷ്മ ശരീരമായ മനസ്സ്, ബുദ്ധി, വിദ്യാഹങ്കാരം എന്നുള്ള ആ സൂക്ഷ്മ ശരീരം കൂടെ ഉപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ആധ്യാത്മിക ശരീരം കിട്ടി ഭഗവാന്റെ അടുത്ത് തിരിച്ചു പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് മന്മനാഭവ മദ്ഭക്തോ എന്ന് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. മനസ്സുകൊണ്ട് നീ എന്റെ ഭക്തനാവുക. സൂക്ഷ്മ ശരീരത്തിനെ ശുദ്ധീകരിക്കുന്ന പരിപാടിയാണ് അവിടെ ഭഗവാൻ ഉപദേശിക്കുന്നത്. കൃഷ്ണാർജുനന്മാരുടെ ഈ പാവനമായ സംഭാഷണം ആരാണോ പഠിച്ചറിയുന്നത് അവർ എന്റെ ബുദ്ധി കൊണ്ടാണ് എന്നെ ആരാധിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. സഞ്ജയൻ പറയുന്നുണ്ട്. കൃഷ്ണൻ പറയുന്നുണ്ട്. അപ്പൊ ബുദ്ധി കൊണ്ട് നമ്മൾ കൃഷ്ണനെ ആരാധിച്ചാൽ നമുക്ക് ബുദ്ധിയെ ശുദ്ധീകരിച്ചെടുക്കാം. പിന്നെ പറയുന്നത് മിഥ്യാഹങ്കാരം. ഞാനാണ് അധിപതി, ഞാനാണ് യജമാനൻ എന്നുള്ള ഭാവം തെറ്റായ ഭാവമാണ്. അത് ശരിയല്ല. തെറ്റായതിനെ ശരിയാണെന്ന് വിശ്വസിക്കുന്നു. അതിനെയാണ് അഹങ്കാരം എന്നല്ല, അതിനെ മിഥ്യയായ അഹങ്കാരം എന്നാണ് പറയുന്നത്. ഈ മിഥ്യാഹങ്കാരം മാറി ഞാൻ ഭഗവാന്റെ യഥാർത്ഥ ദാസനാണ്, നിത്യദാസനാണെന്ന് മനസ്സിലാക്കുമ്പോൾ, ജീവേന സ്വരൂപാഹി കൃഷ്ണേന നിത്യദാസ എന്ന് മനസ്സിലാക്കുമ്പോൾ, ദാസൻ എന്നുള്ള ശരിയായ മനോഭാവത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ശരിയായ അഹങ്കാരത്തിലേക്ക് എത്തുന്നു. അപ്പോൾ സൂക്ഷ്മ ശരീരത്തിനെ നമുക്ക് ശുദ്ധിപ്പെടുത്തിയെടുക്കാൻ എപ്പോ പറ്റുമോ അപ്പോൾ മാത്രമേ നമുക്ക് മരണസമയത്ത് കൃഷ്ണനെ സ്മരിക്കാൻ കഴിയത്തുള്ളൂ. അതാണ് ചൊട്ടയിലെ ശീലം ചുടല വരെ. അതുകൊണ്ട് നമ്മൾ മരിക്കുമ്പോൾ കൃഷ്ണനെ ഓർത്ത് അങ്ങ് മരിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് നിന്നാ പറ്റൂല. ചൊട്ടയിലെ ശീലം. അതുകൊണ്ട് പ്രഹ്ലാദ മഹാരാജ പറയുന്നു 5 വയസ്സ് മുതലേ കൃഷ്ണ കോൺഷ്യസ് പ്രാക്ടീസ് തുടങ്ങണം, എങ്കിലേ ചുടലയിൽ മരണസമയത്ത് കൃഷ്ണനെ ഓർക്കാൻ പറ്റത്തുള്ളൂ. അപ്പോ മരണസമയത്ത് കൃഷ്ണനാമം പാടി കൃഷ്ണനെ സ്മരിച്ച് മരിക്കണമെങ്കിൽ സൂക്ഷ്മ ശരീരത്തിൽ ശുദ്ധി ഉണ്ടാവണം. ആ സൂക്ഷ്മ ശരീര ശുദ്ധിയാണ് മനഃശുദ്ധി, ഇന്റലിജന്റ് ശുദ്ധി, ബുദ്ധിശുദ്ധി, അഹങ്കാരം മാറാനുള്ള പ്രാക്ടീസ്. ഇതൊക്കെയാണ് ഭക്തിയുക്ത ഭഗവത് സേവനത്തിലൂടെ ചെയ്യുന്നത്. നാമജപത്തിലൂടെ മനസ്സിനെ ശുദ്ധിപ്പെടുത്തിയെടുക്കുന്നു. ഭഗവത്ഗീത ചർച്ചയിലൂടെ ബുദ്ധിയെ ശുദ്ധിപ്പെടുത്തിയെടുക്കുന്നു. ഭക്തിയുക്ത ഭഗവത് സേവനം നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളും കൂടെ ഇരിക്കെ നമ്മൾ ജോയിൻ ആയിട്ട് കൈകോർത്ത് പിടിച്ച് ഭക്തിയുക്ത ഭഗവത് സേവനം കൃഷ്ണനെ മുൻനിർത്തി ചെയ്യുമ്പോൾ നമ്മുടെ ഈഗോ മാറി നമ്മൾ ദാസൻ എന്നുള്ള മനോഭാവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതാണ് ജോയിന്റ് ആയിട്ട് ഒരുമിച്ച് ഭക്തിയുക്ത ഭഗവത് സേവനം ചെയ്യണം. ഒറ്റയ്ക്ക് അപ്പന ആയിട്ട് പിരിയരുത്, ഒരുമിച്ച് സേവനം ചെയ്യണം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇസ്കോണിന്റെ അകത്തിരുന്ന് സേവ ചെയ്ത് നമ്മൾ സ്വയം ശുദ്ധിപ്പെടുത്തിയെടുക്കണം എന്ന് പറയുന്നത് ഈ മിഥ്യാഹങ്കാരം ഇല്ലാതാവാൻ വേണ്ടിയാണ്. അപ്പൊ ഇത് ഇത്രയും നമ്മൾ ചെയ്തു വരുമ്പോൾ മരണസമയത്ത് ലോകത്തിലെ എല്ലാ ആൾക്കാരും അവർക്ക് സ്ഥൂല ശരീരം മാത്രം ഉപേക്ഷിക്കാനുള്ള വിദ്യയെ അറിയാം. അതിനൊന്നും പഠിക്കണ്ട, വെറുതെ അങ്ങ് മരിച്ചാൽ മതി. അതിന്റെ കൂടെ സൂക്ഷ്മ ശരീരവും ഉപേക്ഷിക്കാൻ ആ ആത്മാവിന് പഠിക്കുമ്പോൾ അതിനെ, ആ കോൺഷ്യസ്നെസ്സിനെ കൃഷ്ണാവബോധം എന്ന് പറയും. ആ കൃഷ്ണാവബോധത്തോടു കൂടി മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ആധ്യാത്മികമായ ശരീരം കിട്ടുകയും ആധ്യാത്മിക ലോകത്ത് ഉയർത്തപ്പെടുകയും ചെയ്യും. അത്രയേ ഉള്ളൂ. അപ്പൊ ആ ഒരു മനോഭാവത്തിലേക്ക് എത്തണമെങ്കിൽ അത് ഫൈനൽ ടാർഗറ്റ് ആണ്. ആ ടാർഗറ്റിൽ നമുക്ക് നേരിട്ട് കാലെടുത്ത് വയ്ക്കാൻ പറ്റില്ല. ഇവിടെ നിന്നുമുള്ള കാല് എവറസ്റ്റിൽ കയറണം. ആദ്യത്തെ കാല് വീട്ടിനകത്തിരുന്ന് എടുത്ത് നേരെ എവറസ്റ്റിന്റെ തലയിൽ വയ്ക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? പറ്റില്ല. അപ്പോ എവറസ്റ്റിന്റെ മേളിൽ കാല് വെച്ചാണ് കയറേണ്ടത്. പക്ഷെ ആദ്യത്തെ കാല് തന്നെ എവറസ്റ്റിന്റെ തലയിൽ വയ്ക്കാൻ നമുക്ക് പറ്റൂല. അതിന് ആദ്യം വീട്ടിന്റെ നടയിൽ പടി ഇറങ്ങി പോകണം. എന്നതുപോലെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നിങ്ങനെ വ്യത്യസ്ത, ഫോർത്ത് എന്നിങ്ങനെ ഭഗവാൻ മൊത്തം 4 മൈൽ സ്റ്റോൺ സെറ്റ് ചെയ്തിട്ടുണ്ട് ടാർഗറ്റിലേക്ക് എത്താൻ. അതിന്റെ ഒന്നാണ് നമ്മുടെ ജീവിതത്തിനെ 100 വർഷമായി കലിയുഗത്തിന് നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ 100 വർഷത്തിനകത്ത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമുക്ക് ഭൗതികമായ ആഗ്രഹങ്ങളുണ്ട്, അത് അച്ചീവ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ അതില് വിരക്തി വരേണ്ടതുണ്ട്. വിരക്തി വന്ന് നമ്മൾ ഭഗവാന്റെ അടുത്ത് പോയി ചേരേണ്ടതുണ്ട്. അപ്പോ ധർമ്മം അനുഷ്ഠിച്ച് അർത്ഥം സമ്പാദിച്ച് കാമം സംതൃപ്തിപ്പെട്ട് വൈരാഗ്യം വന്ന് മോക്ഷത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോ നമ്മുടെ ലൈഫിനെ ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം എന്നിങ്ങനെ 4 മൈൽ സ്റ്റോൺ സെറ്റ് ചെയ്ത് സ്വയം പ്യൂരിഫൈ ചെയ്ത് ഭഗവാന്റെ അടുത്ത് എത്താനാണ് ഭഗവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ശ്ലോകത്തില് ധർമ്മങ്ങളുടെ സവിശേഷ ലക്ഷണങ്ങളെ ആസ്പദമാക്കി വിവരിക്കുന്ന 4 മോക്ഷ തത്വങ്ങളെ അങ്ങ് പ്രയോഗത്തിൽ വരുത്തി. അത് എന്തുകൊണ്ട്? അത് ബദ്ധ ജീവാത്മാക്കളുടെ
പരമ നന്മയ്ക്കായാണ് ചെയ്തത്. അല്ലാതെ ആദ്യത്തെ കാൽവയ്പ് നേരിട്ട് എവർഷന് മണ്ടയ്ക്ക് വയ്ക്കാൻ പറ്റാത്തതുപോലെ ധർമ്മ അർത്ഥ കാമ മോശം നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് പതുക്കെ 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 പ്യൂരിഫൈ ആയി പരിപൂർണ പ്യൂരിഫിക്കേഷനോടുകൂടി ഈ മനുഷ്യജന്മത്തിൽ തന്നെ ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റത്തുള്ളൂ. അതിന് ധർമ്മം നമ്മൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്, നമ്മൾ അർത്ഥം സമ്പാദിക്കേണ്ടതുണ്ട്, കാമം നമുക്ക് ഭഗവാൻ പറയുന്നതിന്റെ അതിർത്തിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് നമുക്കത് എൻജോയ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അതിൽ നമുക്ക് മാനസികമായി വിരക്തി വന്ന് നമ്മൾ പരിപൂർണമായും കൃഷ്ണാവബോധത്തിൽ മുഴുകേണ്ടതുമാണ്. അപ്പോൾ നമ്മളിതൊന്നും കൃഷ്ണൻ നമുക്ക് വേണ്ടാന്ന് പറയുന്നില്ല, എല്ലാം ഭഗവാൻ നമുക്ക് തരാൻ റെഡിയാണ്. നമ്മുടെ ദോഷങ്ങളും മനസ്സിലാക്കി ആ ദോഷം മനസ്സിലാക്കുന്ന കൃഷ്ണൻ ആ ദോഷത്തിൽ നിന്നും എങ്ങനെ പടിപടിയായി വരാമെന്ന് നമ്മളോട് ഒപ്പം നിന്ന് കരുണാമയനായി പതിതാത്മാക്കളോടുള്ള പരമ നന്മയ്ക്കായി നമ്മുടെ ഒപ്പത്തിനൊപ്പം വന്ന് നിന്ന് നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി ഭഗവാൻ നമുക്ക് അതിന് ഊരി വരാനുള്ള വിദ്യ പഠിപ്പിച്ചു തരികയാണ്. അതിനാണ് 4 മോക്ഷതത്വങ്ങളെ ഇവിടെ അദ്ദേഹം തന്നിരിക്കുന്നത്. അതായത് ഈ വിഷയത്തിനെ കുറിച്ച് ശ്രീമദ് ഭാഗവതത്തില് സാരാർത്ഥ ദർശിനി എന്നുള്ള ഒരു കമന്ററി നമ്മുടെ വിശ്വനാഥ ചക്രവർത്തി ടക്കോറ എഴുതിയിട്ടുണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ. അതിനകത്ത് അദ്ദേഹത്തിന്റെ ട്രാൻസ്ലേഷനിൽ തന്നെ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്, ധർമാദി ലക്ഷണം ധർമാദി ലക്ഷണം, അതേപോലെ മോശം മായാമോഹിത ചേതസഹ എന്നുള്ള ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം വളരെ വ്യക്തമായ അതിന്റെ അർത്ഥം പറയുന്നതിന്റെ കൂടെ 4 മോശതത്വങ്ങൾ ഏതെന്ന് അദ്ദേഹം അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സഹ ഹിയർ മീൻസ് യു, ഈവൻ ദോ സിറ്റുവേറ്റഡ് ഇൻ യുവർ സ്പിരിച്വൽ എനർജി. അതിന്റെ ട്രാൻസ്ലേഷനിൽ പറയുന്നു, ദോ യു ആർ നോൺ ഡിഫറെന്റ് ഫ്രം യുവർ സ്പിരിച്വൽ എനർജി, യു ബെനിഫിറ്റ് ആൾ ദ ജീവാസ് bewildered by Maya through your power by giving them ധർമ്മ അർത്ഥ കാമ. ധർമ്മ അർത്ഥ കാമ മോശം എന്നുള്ള 4 സ്റ്റെപ്പിലൂടെ ഭഗവാന്റെ തന്നെ മായാശക്തിയെ അതിജീവിക്കാനുള്ള വഴിയും ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് വിശ്വനാഥ ചക്രവർത്തി ടാക്കൂർ ഭാഗവത കമന്ററിയിൽ പറയുന്നുണ്ട്. അപ്പോ മായ എന്നുള്ളത് സാധാരണഗതിയിൽ ആർക്കും അതിജീവിക്കാൻ കഴിയില്ല. എന്നാൽ മായ അതിജീവിക്കാനുള്ള വഴി ധർമ്മ അർത്ഥ കാമശത്തിലൂടെ പറ്റുമെന്ന് ഭഗവാൻ കൃപയാൽ ബദ്ധജീവാത്മാവിനോട് അനുഗ്രഹിച്ച് ഈ വഴിയും കൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ശ്രമിക്കാം, ധർമ്മ അർത്ഥ കാമ മോക്ഷത്തിലൂടെ ഭഗവാന്റെ അടുത്തെത്തുവാൻ വേണ്ടി ഈ മനുഷ്യ ജീവിതത്തിൽ തന്നെ നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തിയെടുക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭക്തജനങ്ങളെ, എന്തെങ്കിലും ഡൗട്ടോ ആഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ ദയവായി ചെയ്താൽ. കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, ഞാനൊന്ന് ചോദിക്കട്ടെ? കൃഷ്ണ പ്രഭു പറഞ്ഞില്ലേ നമുക്ക് മനസ്സിന് വിഷമോ ദുഃഖമോ ഉണ്ടാവും മാത്രമേ ഭഗവാനെ ഓർക്കുക എന്ന് പറഞ്ഞല്ലോ, ഭക്തി ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ? അത് ഭൗതികവാദികൾ പറയുന്നതല്ലേ പ്രഭു അങ്ങനെ? കാരണം എനിക്ക് ചോദ്യം മനസ്സിലായില്ല, ദയവായി ക്ഷമിച്ചാൽ. പ്രഭു നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് വിഷമം ഉള്ളവര് മാത്രാണ് ഭഗവാനെ സ്മരിക്കുക ഓർക്കുക എന്ന് പറഞ്ഞല്ലോ. അത് ഭൗതികവാദികളല്ലേ അങ്ങനെ പറയാ? സാധാരണ ഭക്തന്മാരുടെ ഞാൻ പറയാം ആൻസർ. കൃഷ്ണ, എനിക്ക് ചോദ്യം മനസ്സിലായി. മാതാജി ചോദിച്ചത് ഭഗവാന്റെ അടുത്തെത്തുന്നത് ദുഃഖിതൻ ഭഗവാന്റെ അടുത്തുമെന്ന് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. ആ ശ്ലോകം ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞു. ദുഃഖിതൻ മാത്രമല്ല, ദുഃഖിതൻ ഭഗവാന് 4 ടൈപ്പ് ആൾക്കാരാണ് സമീപിക്കുന്നത്. ഒന്ന് ദുഃഖിതൻ, ഒന്ന് ധനകാംക്ഷി അല്ലെങ്കിൽ അർത്ഥാർത്ഥി, ധനം ആഗ്രഹിക്കുന്ന ആള്. പിന്നെ ഒന്ന് ജ്ഞാനി, പരമസത്തെ അന്വേഷിക്കുന്ന ജ്ഞാനി, ജിജ്ഞാസു ഭക്തൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇവിടെ ആരും തുടക്കത്തില് ഡയറക്റ്റ് ആയിട്ട് ഭക്തനാവാറില്ല. ഈ പ്രോസസ്സിലൂടെ വന്ന് പിന്നെ അവസാനമായിട്ടാണ് ഭക്തനായി മാറുന്നത്. അപ്പോ 95% ആൾക്കാർ ഭഗവാൻ സമീപിക്കുന്നത് ദുഃഖം കൊണ്ടാണ്, ദുഃഖത്തിന് ഒരു ശാന്തി കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ കുറെ ആൾക്കാർ അർത്ഥം, പണം ഒക്കെ ആഗ്രഹിച്ച് സമീപിക്കുന്നുണ്ട്. പിന്നെ ആൾക്കാർ ഈ ലോകത്തിന് ഭൂമിക്ക് മുകളിലെന്ത്, അതിന് മുകളിലെന്ത്, അങ്ങനെ അന്വേഷിച്ച് ഭഗവാനിൽ എത്തിച്ചേരാറുണ്ട്. അപ്പോ പരമസത്യം എന്താണ് എന്നൊക്കെ അന്വേഷിച്ച് ഭഗവാന്റെ അടുത്ത് എത്തിച്ചേരാൻ ആൾക്കാരുണ്ട്. എന്നാല് പേഴ്സൻറ്റേജ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരും ഭഗവാനെ സമീപിക്കുന്നത് ദുഃഖം കൊണ്ടാണ്. അപ്പൊ ഞാനൊക്കെ ഭക്തനായിട്ട് ഒരിക്കലും ഭഗവാന്റെ അടുത്ത് എത്തിച്ചേരാൻ ശ്രമിച്ച ആളല്ല. ഞാൻ തീർച്ചയായിട്ടും ദുഃഖം കൊണ്ട് ശാന്തി സമാധാനം ഒക്കെ കിട്ടാൻ വേണ്ടി, റിലാക്സ് കിട്ടാൻ വേണ്ടി,
ഒരു മനസ്സംതൃപ്തി കിട്ടാൻ വേണ്ടി ഒക്കെ തന്നെയാണ് ഭക്തന്മാർ വരുന്നത്. പിന്നെ തീർച്ചയായിട്ടും പ്രസാദം കിട്ടാൻ വേണ്ടിയും നമ്മൾ ആസ്കോണിൽ വന്നു ചേർന്നിട്ടുണ്ട്. അപ്പൊ എനിവേ, അപ്പൊ എന്തായാലും ഒട്ടുമുക്കാൽ ആൾക്കാർ ഭഗവാനെ സമീപിക്കുന്നത് ഈ 4 ചിന്താഗതിയോട് കൂടിയാണെന്ന് കൃഷ്ണൻ തന്നെ ഭഗവത്ഗീതയെ പറയുന്നുണ്ട് എന്നുള്ള ആ ശ്ലോകമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അല്ലാതെ നമ്മൾ പേഴ്സണലായിട്ട് പറഞ്ഞ ഒരു വിഷയമല്ല. കൃഷ്ണൻ തന്നെ പറയുന്നത് ആരാണ് ഭഗവാനെ സമീപിക്കുന്നത്, ആരാണ് ഭഗവാനെ സമീപിക്കാത്തത് എന്ന് പറയുന്നുണ്ട്. മൂടൻ, മണ്ടനായിട്ടുള്ള ഒരു 4-5 പേരെ കാര്യവും പറയുന്നുണ്ട്. അതിൽ സമീപിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റിൽ ഈ 4 പേരിൽ ഏറ്റവും കൂടുതൽ കാറ്റഗറിയും വരുന്നത് ദുഃഖിതൻ എന്നുള്ള ഗണത്തിലാണ്. അപ്പൊ അത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ പ്രഭു, ഹരികൃഷ്ണ. താങ്ക് യു ഹരികൃഷ്ണ. ഹരേകൃഷ്ണ പ്രഭു, ഒരു റിക്വസ്റ്റ് പ്രഭുവിനോട്. കാരണം 8 മണിക്ക് ക്ലാസ് തുടങ്ങിയ എനിക്ക് 9, എനിക്ക് നല്ല ഇതിലുള്ള കുറെ ആൾക്കാരുണ്ട്. 9 മണിക്ക് ഞങ്ങൾക്ക് രാധിക മാതാജിയുടെ നാരായണീയ ക്ലാസ്സിൽ പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ മാതാജിയുടെ ക്ലാസ് തുടങ്ങി. അപ്പൊ അതുകൊണ്ട് 8 മണിക്ക് തന്നെ എല്ലാവരോടും വരാൻ പറയൂ പ്രഭു. 8 മണിക്ക് തുടങ്ങി. വളരെ സന്തോഷം. ശരി, അങ്ങനെ ആയിക്കോട്ടെ. ഹരേകൃഷ്ണ, താങ്ക് യു. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ശരി ശരി ഐശ്വര്യ. അപ്പൊ പ്രഭു, പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ. ശരി. വാഞ്ച കൽപ്പിതർവച്ച കൃപാ സിന്ധുഭേവച്ച പദാനാം പവനേഭോ വൈഷ്ണവേഭോ നമോ നമഃ.